അപ്പോൾ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ആണ് നമ്മളുടെ സെക്കൻഡ് ഹെഡ് ആണ്. അതുപോലെ ഇത് ഓർമ്മയാണ് കേട്ടോ നിങ്ങൾക്ക് ഈ പറയുന്ന റെന്റൽ വാല്യൂസ്. ഞാൻ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ ഇന്നത്തെ നോട്ട്സ് ഇടാം. പിന്നെ റെക്കോർഡ് ക്ലാസ്സിൽ ഇപ്പോൾ 2-3 ക്ലാസ് ഇടാനുണ്ട്, അത് അപ്ലോഡ് ചെയ്തിട്ടില്ല. നാളെ എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ട്, എഡിറ്റ് ചെയ്തിട്ട് നാളെ അപ്ലോഡ് ചെയ്യുള്ളൂ കേട്ടോ. ദെൻ ഈ ഒരു റെന്റൽ വാല്യൂസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. മുനിസിപ്പൽ റെന്റൽ വാല്യൂസ്, ഫെയർ റെന്റൽ വാല്യൂസ്, സ്റ്റാൻഡേർഡ് റെന്റ്, എക്സ്പെക്ടഡ് റെന്റ്, അതുപോലെ തന്നെ റിയൽ റെന്റ്. അത് പിന്നെ നമുക്ക് ക്വസ്റ്റ്യൻ തരും. അതാണ് ആക്ച്വൽ റെന്റ് എന്ന് പറയുന്നതാണ് ഈ റിയൽ റെന്റൽ വാല്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ പറയുന്ന ആക്ച്വലി കിട്ടുന്ന റെന്റ് അല്ല, അല്ലെങ്കിൽ റെന്റിനെ അല്ല നമ്മൾ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ആയിട്ട് കൺസിഡർ ചെയ്യാം. പകരം നമ്മൾ അവരുടെ ഗ്രോസ് ആനുവൽ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യും. ഓക്കെ, ആ ഗ്രോസ് ആനുവൽ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് അതാണ് നമ്മൾ എന്ത് ചെയ്യുക. ശരിക്കും ചിലപ്പോൾ നമുക്ക് കിട്ടുന്ന റെന്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഈ പറയുന്ന ഗ്രോസ് ആനുവൽ വാല്യൂ ആയിരിക്കില്ല, ചിലപ്പോൾ അതിനെക്കാട്ടിലും കുറവായിരിക്കാം, ചിലപ്പോൾ കൂടുതലായിരിക്കാം. ഓക്കെ, ദെൻ അപ്പൊ ഇവിടെ എന്തായാലും നമ്മുടെ ആക്ച്വൽ റെന്റിനെക്കാട്ടിലും കൂടുതലായിരിക്കും ചിലപ്പോൾ ഗ്രോസ് ആനുവൽ വാല്യൂ വരിക. ഓക്കെ, നമ്മളിപ്പോ കുറച്ച് കാണിക്കാതിരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഈ സംഭവം ചെയ്യുന്നത്. അപ്പോൾ ഗ്രോസ് ആനുവൽ വാല്യൂന്റെ മുകളിലാണ് നമ്മൾ ഈ പറയുന്ന ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, ഒരു ഗ്രോസ് ആനുവൽ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇവിടെ പറയുന്നുണ്ട് ഏർണിംഗ് കപ്പാസിറ്റി ആണ്. അതായത് പ്രോപ്പർട്ടി കപ്പാസിറ്റി ഓഫ് എ പ്രോപ്പർട്ടി ടു ഏൺ ഇൻകം ആണ്. ഒരു പ്രോപ്പർട്ടി മീൻസ് ഇവിടെ ഈ ബിൽഡിംഗ് ആണ്. ആ ബിൽഡിംഗിൽ നിന്നും എത്രത്തോളം റെന്റ് നമുക്ക് റിസീവ് ചെയ്യാം എന്നുള്ള അതിന്റെ കപ്പാസിറ്റിയാണ് ആക്ച്വലി ഇവിടെ എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നത്, ആനുവൽ വാല്യൂ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയുടെ കാൽക്കുലേഷൻസ് എങ്ങനെയൊക്കെയാണ് വരുന്നത് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ലെറ്റ് ഔട്ട് ഹൗസ് പ്രോപ്പർട്ടി നോക്കാം. ഈ ലെറ്റ് ഔട്ട് ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ വാടകയ്ക്ക് കൊടുക്കുന്ന നമ്മളുടെ ഒരു പ്രോപ്പർട്ടി ഉണ്ട്. ആ പ്രോപ്പർട്ടി നമ്മൾ റെന്റിന് കൊടുക്കുകയാണ്, വാടകയ്ക്ക് കൊടുക്കുകയാണ്. ദെൻ അതിനെയാണ് നമ്മൾ ലെറ്റ് ഔട്ട് ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറയാം. നമ്മൾ വാടകയ്ക്ക് കൊടുക്കുന്ന അല്ലെങ്കിൽ റെന്റിന് പുറത്തോട്ട് കൊടുക്കുന്ന, വാടകക്കാരന് കൊടുക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ലെറ്റ് ഔട്ട് ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറയും കേട്ടോ. ദെൻ അതിന്റെ ഈ പറയുന്ന അതിന്റെ വാല്യൂസ് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എങ്ങനെയാണ് ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അതിന്റെ ഒരു ഫോർമാറ്റ് ഉണ്ട്. നമ്മൾ ആദ്യം ഗ്രോസ് ആനുവൽ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഓക്കെ, ഗ്രോസ് ആനുവൽ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാം. അതിൽ നിന്നും മുനിസിപ്പൽ ടാക്സ് പേ ചെയ്തത് എന്ത് ചെയ്യാം, ലെസ് ചെയ്യാം. മുനിസിപ്പൽ ടാക്സ് പേ ചെയ്ത് ലെസ് ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, നെറ്റ് ആനുവൽ വാല്യൂ കിട്ടും. ഓക്കെ, അതിനുശേഷം നമുക്ക് 2 ഡിഡക്ഷൻസ് പറയുന്നുണ്ട്. ഡിഡക്ഷൻസ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ആണ് ഒന്ന്, അത് 30% ഓഫ് നെറ്റ് ആനുവൽ വാല്യൂ. നമ്മളിവിടെ കണ്ടെത്തി വെച്ച നെറ്റ് ആനുവൽ വാല്യൂവിന്റെ 30% നമുക്കിവിടെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ആയിട്ട് കുറക്കാൻ പറ്റുക. ഓക്കെ, പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ബോറോഡ് ക്യാപിറ്റൽ ഉണ്ട്, നമുക്കത് ഡിസ്കസ് ചെയ്യാനുണ്ട്. ദെൻ അതൊക്കെ ഈ പറയുന്ന 2 ഡിഡക്ഷൻസ് നമുക്ക് പറയുന്ന ഈ ഒരു നെറ്റ് ആനുവൽ വാല്യൂയിൽ നിന്നും ലെസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കിട്ടും. ഇങ്ങനെയാണ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. ഇതാണ് ഇതിന്റെ ഒരു ഫോർമാറ്റ്. ജസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ. ഇനി നമുക്കപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താ, ഗ്രോസ് ആനുവൽ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ എങ്ങനെയാണ് ഒരു ലെറ്റ് ഔട്ട് ഹൗസ് പ്രോപ്പർട്ടിയുടെ വാടകയ്ക്ക് കൊടുക്കുന്ന ഒരു വീടിന്റെ ഗ്രോസ് ആനുവൽ വാല്യൂ എങ്ങനെയാണ് ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ആദ്യം നോക്കാനുള്ളത്. ഓക്കെ, അതിന് സ്റ്റെപ്സ് ഉണ്ട്. ഫസ്റ്റ് സ്റ്റെപ്സ് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടേഷൻ ഓഫ് ഗ്രോസ് ആനുവൽ വാല്യൂ ആണ്. ഓക്കെ, അതായത് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയുടെ ഈ പറയുന്ന ഇൻകം കമ്പ്യൂട്ട് ചെയ്യുന്ന സ്റ്റെപ്പുകളാണ്. ഫസ്റ്റ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് ഗ്രോസ് ആനുവൽ വാല്യൂ ആണ്. ഓക്കെ, ഗ്രോസ് ആനുവൽ വാല്യൂ നമ്മൾ കണ്ടെത്തേണ്ടത് ഇങ്ങനെയാണ്. 2 കാര്യങ്ങൾ കമ്പയർ ചെയ്യാം. ഓക്കെ, ഒന്ന് എക്സ്പെക്റ്റഡ് റെന്റൽ വാല്യൂ, അതായത് ERV നമ്മളിവിടെ പറഞ്ഞ റെന്റൽ വാല്യൂസിലെ എക്സ്പെക്റ്റഡ് റെന്റൽ വാല്യൂ, റീസണബിൾ റെന്റ് അല്ലെ, ആ എക്സ്പെക്റ്റഡ് റെന്റൽ വാല്യൂ അതുപോലെ തന്നെ ആക്ച്വൽ റെന്റും തമ്മിൽ കമ്പയർ ചെയ്യാം. നമുക്ക് ആക്ച്വലി ഈ പറയുന്ന ഈ ഒരു പ്രോപ്പർട്ടി നമ്മൾ ലെറ്റ് ഔട്ട് ചെയ്തപ്പോൾ വാടകയ്ക്ക് കൊടുത്തപ്പോൾ നമുക്ക് ആ വാടകക്കാരൻ തന്ന റെന്റ് ഉണ്ടാവാം. ആ ആക്ച്വൽ റെന്റും നമ്മൾ എക്സ്പെക്റ്റഡ് റെന്റും തമ്മിൽ എന്ത് ചെയ്യാം, കമ്പയർ ചെയ്യാം. എന്നിട്ട് അതിലെ വലുതാണ് ഇവിടെ എന്തായിട്ട് വരിക, ഗ്രോസ് ആനുവൽ വാല്യൂ ആയിട്ട് വരിക. അപ്പൊ നമുക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും, എങ്ങനെയാണ് എക്സ്പെക്റ്റഡ് റെന്റ് നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ്. അതിന് നമുക്ക് ക്വസ്റ്റ്യനിൽ കുറച്ച് ഡാറ്റാസ് തരും. അത് നമ്മൾ എന്ത് ചെയ്യണം, ഫൈൻഡ് ഔട്ട് ചെയ്യണം. ആക്ച്വൽ റെന്റ് തരും, എക്സ്പെക്റ്റഡ് റെന്റ് കാണാനുള്ള കുറച്ച് ഡീറ്റെയിൽസ് നമുക്ക് ക്വസ്റ്റ്യനിൽ തരുന്നതായിരിക്കും. എന്നിട്ട് അത് രണ്ടും കമ്പയർ ചെയ്യാം. എന്നിട്ട് അതിലെ വലുത് അതാണത് നമ്മളുടെ ഈ പറയുന്ന ഗ്രോസ് ആനുവൽ വാല്യൂ ആയിട്ട് വരിക. ഓക്കെ, അപ്പൊ ഇനി എങ്ങനെയാണ് എക്സ്പെക്റ്റഡ് റെന്റ് എങ്ങനെ കാണാന്നുള്ളത് നോക്കാം. ഓക്കെ, എക്സ്പെക്റ്റഡ് റെന്റ് കാണാൻ നമുക്ക് രണ്ട് കേസ് ആണ് അവിടെ വരിക. ഒന്ന്, ഈ പറയുന്ന പ്രോപ്പർട്ടി നോട്ട് സബ്ജക്ട് ടു റെന്റ് കൺട്രോൾ ആക്ട് ആണ്. നോട്ട് സബ്ജക്ട് ടു റെന്റ് കൺട്രോൾ ആക്ട് ആണെങ്കിൽ നമ്മളുടെ എക്സ്പെക്റ്റഡ് റെന്റ് എന്ന് പറഞ്ഞാൽ
ഫെയർ റെന്റൽ വാല്യൂ FRVയും അതുപോലെ തന്നെ മുനിസിപ്പൽ റെന്റൽ വാല്യൂ MRV വെച്ച് കമ്പയർ ചെയ്യാം. ഓക്കെ, അത് രണ്ടും കമ്പയർ ചെയ്തിട്ട് ഇതൊക്കെ നമുക്ക് ഓരോ വാല്യൂസ് ക്വസ്റ്റിൽ തരും കേട്ടോ. ഈ വാല്യൂസ് രണ്ടും കമ്പയർ ചെയ്യാം. എന്നിട്ട് അതിലെ വലുതാണ് എന്തായിട്ട് വരിക, നമുക്ക് ഇവിടുത്തെ എക്സ്പെക്ടഡ് റെന്റൽ വാല്യൂ. എക്സ്പെക്ടഡ് റെന്റൽ വാല്യൂ മീൻസ് ERV ആണ്, ഷോർട്ട് ആയിട്ട് പറയാം ERV ആണ്. ഓക്കെ, ഇവിടെ ആദ്യം നോട്ട് ചെയ്ത് വെക്കട്ടോ. നമുക്ക് ഈ ഒരു വാല്യൂസ് നോട്ട് ചെയ്യാം. മുനിസിപ്പൽ റെന്റൽ വാല്യൂ MRV, ഫെയർ റെന്റൽ വാല്യൂ FRV, സ്റ്റാൻഡേർഡ് റെന്റൽ വാല്യൂ SRV, റിയൽ റെന്റൽ വാല്യൂ RRV, എക്സ്പെക്ടഡ് റെന്റൽ വാല്യൂ ദെൻ ERV ആണ്. ഓക്കെ, അപ്പോ ഇവിടെ ഫസ്റ്റത്തെ കേസ് ERVയും ആക്ച്വൽ റെന്റ് കമ്പയർ ചെയ്യുക, whichever is higher. ഇനി നമുക്ക് ഇവിടെ ERV കാണും, ദാറ്റ് മീൻസ് എക്സ്പെക്ടഡ് റെന്റൽ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഓക്കെ, അപ്പൊ അതിന് കാണാനുള്ള ഇക്വേഷൻ ആണത്. നമുക്ക് രണ്ട് കാര്യം വരുന്നുണ്ട്. നമ്മുടെ റെന്റിന് കൊടുത്ത വാടകയ്ക്ക് കൊടുത്ത ആ ബിൽഡിംഗ് നോട്ട് സബ്ജക്ട് ടു റെന്റ് കൺട്രോൾ ആക്ടിന്റെ പരിധിയിൽ വരാത്തതാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ERV കാണാൻ വളരെ ഈസിയാണ്. FRVയും MRVയും കമ്പയർ ചെയ്തിട്ട് അതിലെ വലുതായിരിക്കും നമ്മളുടെ ഈ പറഞ്ഞ എക്സ്പെക്ടഡ് റെന്റൽ വാല്യൂ എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? FRV ആൻഡ് MRV, whichever is higher will be the expected rental value. ഓക്കെ, എന്നിട്ട് ആ എക്സ്പെക്ടഡ് റെന്റ് നമ്മൾ ആക്ച്വൽ റെന്റുമായിട്ട് കമ്പയർ ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഗ്രോസ് ആനുവൽ വാല്യൂ കൂടെ കാണാൻ പറ്റും. ഓക്കെ, ഇനി ഈ പറയുന്ന പ്രോപ്പർട്ടി, ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി ഈസ് സബ്ജക്ട് ടു റെന്റ് കൺട്രോൾ ആക്ട് ആണെങ്കിൽ, ഇവിടെ നോട്ട് സബ്ജക്റ്റ് ആണ്, ഇവിടെ സബ്ജക്ട് ടു റെന്റ് കൺട്രോൾ ആക്ട് ആണെങ്കിൽ എക്സ്പെക്ടഡ് റെന്റൽ വാല്യൂ കാണാൻ നമുക്ക് ആദ്യം ഈ രണ്ട് കാര്യം തന്നെ ചെയ്യാം. അതായത് FRVയും MRVയും കമ്പയർ ചെയ്യാം. ഫെയർ റെന്റൽ വാല്യൂ ഓർ മുനിസിപ്പൽ റെന്റൽ വാല്യൂ MRV, whichever is higher എടുക്കുക. അതിലെ വലുതും സ്റ്റാൻഡേർഡ് റെന്റും തമ്മിൽ കമ്പയർ ചെയ്യുക. എന്നിട്ട് അതിലെ ചെറുതാണ് അവിടുത്തെ എക്സ്പെക്ടഡ് റെന്റൽ വാല്യൂ ആയിട്ട് വരിക. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവാം എങ്ങനെയാണ് തിരിച്ചറിയാന്നുള്ളത് അല്ലെ. ഈ ക്വസ്റ്റ്യനിൽ ഇങ്ങനെ സബ്ജക്ട് ടു നോട്ട് സബ്ജക്ട് ടു എന്ന് പറയാന്ന് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവാം. അപ്പോ അത് മനസ്സിലാക്കാൻ ഒരൊറ്റ കാര്യമുള്ളൂ. നമുക്ക് ക്വസ്റ്റ്യനിൽ സ്റ്റാൻഡേർഡ് റെന്റൽ വാല്യൂ അല്ലെങ്കിൽ SRV നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോ അത് സബ്ജക്ട് ടു റെന്റ് കൺട്രോൾ ആക്ട് ആണ്. ഓക്കെ, അപ്പൊ പിന്നെ അവിടെ എന്ത് ചെയ്യണം? ആദ്യം FRVയും MRVയും കമ്പയർ ചെയ്തിട്ട് അതിലെ വലുതെടുത്ത് സ്റ്റാൻഡേർഡ് റെന്റുമായിട്ട് കമ്പയർ ചെയ്യുക. എന്നിട്ട് അതിലെ ചെറുതെടുക്കുക. ഓക്കെ, അങ്ങനെയാണ് എന്ത് കിട്ടുക? നമുക്ക് ഈ പറയുന്ന എക്സ്പെക്ടഡ് റെന്റൽ വാല്യൂ നമുക്ക് റിസീവ് ചെയ്യാം. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഡൗട്ട് ഉണ്ടോ? പറയണോ? ഹലോ, കേൾക്കുന്നുണ്ടോ? ഓക്കെ, എനിക്ക് സ്റ്റക്ക് ആവുന്നുണ്ട്. എന്റെ വോയിസ് സ്റ്റക്ക് ആവുന്നുണ്ടോ? ഇല്ലല്ലോ? ഇല്ല. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് എക്സ്പെക്ടഡ് റെന്റ് കാണാനുള്ള ഇക്വേഷൻ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ പറയുന്ന എക്സ്പെക്ടഡ് റെന്റ് കാണണം. നമുക്ക് ഗ്രോസ് ആനുവൽ വാല്യൂ ആണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എക്സ്പെക്ടഡ് റെന്റും ആക്ച്വൽ റെന്റും കമ്പയർ ചെയ്യുക, അതിലെ വലുതെടുക്കണം. അപ്പൊ നമുക്ക് ആക്ച്വൽ റെന്റ് ക്വസ്റ്റ്യൻ നേരിട്ട് തരും, പക്ഷെ എക്സ്പെക്ടഡ് റെന്റ് നേരിട്ട് തരില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. അത് കാണാൻ രണ്ട് കേസാണ്. നോട്ട് സബ്ജക്ട് ടു റെന്റ് കൺട്രോൾ ആക്ട് ആണെങ്കിൽ ഈ പ്രോപ്പർട്ടി എങ്കിൽ അവിടെ എക്സ്പെക്ടഡ് റെന്റൽ വാല്യൂ FRVയും MRVയും കമ്പയർ ചെയ്യുക, അതിലെ വലുതെടുക്കുക. അതായത് ERV ആയിട്ട് വരിക. ഓക്കെ, ഇനി സബ്ജക്ട് ടു കൺട്രോൾ ആക്ട് ആണെങ്കിൽ നമ്മൾ FRVയും MRVയും കമ്പയർ ചെയ്യാൻ മുകളിൽ പറഞ്ഞ പോലെ, എന്നിട്ട് അതിലെ ഹയർ എടുത്തിട്ട് സ്റ്റാൻഡേർഡ് റെന്റുമായിട്ട് കമ്പയർ ചെയ്യുക. എന്നിട്ട് അതിലെ ചെറുതെടുക്കാം. ദാറ്റ് വിൽ ബി ദ എക്സ്പെക്ടഡ് റെന്റൽ വാല്യൂ. എന്നിട്ട് ആ എക്സ്പെക്ടഡ് റെന്റ് കിട്ടി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക? ആക്ച്വൽ റെന്റുമായി കമ്പയർ ചെയ്യുക. അതിലെ വലുതായിരിക്കും നമ്മളുടെ ഗ്രോസ് ആനുവൽ വാല്യൂ. ഗ്രോസ് ആനുവൽ വാല്യൂ എന്താ? നമ്മളുടെ ഈ സ്റ്റേറ്റ്മെന്റിലെ അല്ലെ, നമ്മുടെ ഈ ഫോർമാറ്റിലെ ഫസ്റ്റത്തെ വാല്യൂ. ഓക്കെ, അതാണ് ഗ്രോസ് ആനുവൽ വാല്യൂ. ഇനി നമുക്ക് നോക്കാം ഒരു ക്വസ്റ്റ്യൻ. കാൽക്കുലേറ്റ് ഗ്രോസ് ആനുവൽ വാല്യൂ ഫ്രം ദി ഫോളോയിങ് ഇൻഫർമേഷൻ. കാൽക്കുലേറ്റ് ഗ്രോസ് ആനുവൽ വാല്യൂ ഫ്രം ദി ഫോളോയിങ് ഇൻഫർമേഷൻ. ആക്ച്വൽ റെന്റ് ₹24,000 per month ആനം. 24,000 per annum കേട്ടോ, വർഷത്തിലാണ്. ഫെയർ റെന്റൽ വാല്യൂ അതായത് FRV 28,000 per annum. സ്റ്റാൻഡേർഡ് റെന്റ് 20,000 per annum. ഓക്കെ, ദെൻ എന്താണ് നമ്മളോട് കാണാൻ പറഞ്ഞത്? ഗ്രോസ് ആനുവൽ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ അല്ലെ. ഗ്രോസ് ആനുവൽ വാല്യൂ കാണാനുള്ള ഇക്വേഷൻ എന്താ? ഗ്രോസ് ആനുവൽ വാല്യൂ കാണാനുള്ള ഇക്വേഷൻ പറഞ്ഞേ. ഹലോ, ഗ്രോസ് ആനുവൽ വാല്യൂ കാണാനുള്ള ഇക്വേഷൻ എന്താ? ഇപ്പൊ പറഞ്ഞിട്ടുള്ളൂ. എക്സ്പെക്ടഡും
ആക്ച്വലും തമ്മിൽ കമ്പയർ ചെയ്യാം. ഫീച്ചർ ഈസ് ഹയർ, റൈറ്റ്. ഓക്കെ, ഇവിടെ ആക്ച്വൽ റെന്റ് നേരിട്ട് തന്നിട്ടുണ്ട് അല്ലെ. ആക്ച്വൽ റെന്റ് എത്രയാ? 24,000 ആണ്. ഓക്കെ, ഇനി വേറെന്താ വേണ്ടത് നമുക്ക് എക്സ്പെക്ടഡ് റെന്റ് കാണണം. എക്സ്പെക്ടഡ് റെന്റ് കാണാന് നേരിട്ട് തന്നിട്ടില്ല, പക്ഷെ അത് കാണാനുള്ള കുറെ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. FRV ഉണ്ട്, MRV ഉണ്ട്. MRV ഇല്ല അല്ലെ. ഏതൊക്കെയുള്ളത്? ഫെയർ റെന്റൽ വാല്യൂം സ്റ്റാൻഡേർഡ് റെന്റും ആണ് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് എന്താ? ERV കാണാൻ. ഇവിടെ നമുക്കിത് റെന്റ് കൺട്രോൾ ആക്ടുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെ, ആ പ്രോപ്പർട്ടി റെന്റ് കൺട്രോൾ ആക്ടിന്റെ അണ്ടറിൽ വരുന്നതാണോ അല്ലയോ നോക്കണം. ഓക്കെ, ഇത് റെന്റ് കൺട്രോൾ ആക്ടുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പ്രോപ്പർട്ടി ആണോ അല്ലയോ? ഏതാണത് എന്ന് പറഞ്ഞേ. ഈ ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഈ ഒരു ലെറ്റ് ഔട്ട് ചെയ്ത ഈ ഒരു ഹൗസ് പ്രോപ്പർട്ടി റെന്റ് കൺട്രോൾ ആക്ടിന്റെ അണ്ടറിൽ വരുന്നതാണോ അതോ അല്ലാത്തതാണോ? ഏതായിരിക്കും? നേരത്തെ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയാ ഐഡന്റിഫൈ ചെയ്യാന്നൊക്കെ അല്ലെ. എങ്ങനെയായിരുന്നു? യെസ്, സ്റ്റാൻഡേർഡ് റെന്റ് തന്നിട്ടുണ്ട്. അത് റെന്റ് കൺട്രോൾ ആക്ടിന്റെ അണ്ടറിൽ വരുന്ന, യെസ് അല്ലെ, സബ്ജക്ട് ടു റെന്റ് കൺട്രോൾ ആക്ടിന്റെ അണ്ടറിൽ വരുന്നതാണ്. അപ്പൊ അവിടെ നോക്കുക, നമുക്ക് കാണാനുള്ള ഇക്വേഷൻ ഇതാണ്. ഫെയർ റെന്റൽ വാല്യൂ MRV അല്ലെ, FRV MRV കമ്പയർ ചെയ്യുക, വിച്ച് ഹയർ എടുക്കുക, സ്റ്റാൻഡേർഡ് റേറ്റുമായിട്ട് കമ്പയർ ചെയ്യുക, എന്നിട്ട് അതിലെ ചെറുതെടുക്കുക. ഓക്കെ, ഇവിടെ നമുക്ക് FRVയും MRVയും അതായത് ഫെയർ റെന്റൽ വാല്യൂവും മുനിസിപ്പൽ റെന്റൽ വാല്യൂവും തമ്മിൽ കമ്പയർ ചെയ്യണമെങ്കിൽ നമുക്ക് അവിടെ കമ്പാരിസൺ ഒരു ഐറ്റമേ തന്നിട്ടുള്ളൂ അല്ലെ. ഏത് മാത്രമേ ഉള്ളൂ? ഫെയർ റെന്റൽ വാല്യൂ മാത്രമേ തന്നിട്ടുള്ളൂ. സോ ഫെയർ റെന്റൽ വാല്യൂ ആയിരിക്കും നമ്മളുടെ ആദ്യത്തെ കമ്പാരിസണിലെ വലുതായിട്ട് എടുക്കുന്നത്. കാരണം ERV കാണാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാല് നമുക്ക് എന്താണ് ഇക്വേഷൻ? MRV അല്ലെ. MRV എന്ന് പറഞ്ഞാൽ മുനിസിപ്പൽ റെന്റൽ വാല്യൂ, അതുപോലെ തന്നെ ഓർ നമ്മളുടെ FRV അല്ലെ, FRV whichever is higher ആണ് വരിക. FRV whichever is higher. ഇവിടെ നമുക്ക് FRV മാത്രമേ ഉള്ളൂ, സോ 28,000 എടുക്കാം. അത് തന്നെയാണ് വലുതെന്ന് അസ്യൂം ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യണം? ഓർ നമ്മളുടെ SRVയുമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റാൻഡേർഡ് റെന്റുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യണം. എന്നിട്ട് അതിലെ ചെറുതെടുക്കണം അല്ലെ. ഇവിടെ വലുതാണെങ്കിൽ നമുക്കിവിടെ ഇത് ആ വലുത് എടുത്തിട്ട് ആ വലുത് സ്റ്റാൻഡേർഡ് റെന്റുമായിട്ട് കമ്പയർ ചെയ്യുക, എന്നിട്ട് ചെറുതെടുക്കുക. ഓക്കെ, ഇതാണ് നമ്മളുടെ എക്സ്പെക്ടഡ് റെന്റൽ വാല്യൂ ആയിട്ട് വരിക അല്ലെ. അപ്പൊ ഇവിടെ എത്രയാണ് എക്സ്പെക്ടഡ് റെന്റ് ആയിട്ട് വരിക എന്ന് പറഞ്ഞ്? ERV FRVയും MRVയും കമ്പയർ ചെയ്ത് വലുത്. ഇപ്പൊ ഇവിടെ FRV തന്നെയാണ് വലുത്, 28,000. ഇനി എന്ത് ചെയ്യണം? സ്റ്റാൻഡേർഡ് റെന്റുമായിട്ട് കമ്പയർ ചെയ്യുക, എന്നിട്ട് അതിലെ ചെറുതെടുക്കുക, സ്മോൾ അല്ലെ. അപ്പോ 28,000ഉം 20,000 നമ്മൾ കമ്പയർ ചെയ്യാം. അപ്പൊ നമുക്ക് അവിടെ ചെറുതേതാ? 20,000 ആണ് വരിക അല്ലെ. ഇനി അപ്പൊ നമുക്ക് ERV കിട്ടി 20,000 ആണ്. ഇനി നമുക്ക് എന്താ കാണാനുള്ളത്? ഗ്രോസ് ആനുവൽ വാല്യൂ ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത്. ഗ്രോസ് ആനുവൽ വാല്യൂ കാണാനുള്ള ഇക്വേഷൻ എക്സ്പെക്ടഡ് റെന്റൽ വാല്യൂ ഓർ ആക്ച്വൽ റെന്റ് whichever is higher ആണ്. നമുക്ക് ERV ഇവിടെ കിട്ടിയിട്ടുണ്ട് 20,000 ആണെന്നുള്ളത്. ആ 20,000ഉം നമ്മുടെ ആക്ച്വൽ 24,000 തമ്മിൽ കമ്പയർ ചെയ്യാം. അപ്പൊ നമുക്ക് അതിന്റെ വലുതാണ് നമ്മളുടെ ആക്ച്വലി ഇവിടുത്തെ എന്തായിട്ട് വരിക? ഈ ഗ്രോസ് ആനുവൽ വാല്യൂ ആയിട്ട് വരിക അല്ലെ. നമുക്കിവിടെ നോക്കാം അതിന്റെ ആൻസർ. ഓക്കെ, പ്രിൻസിപ്പിൾ ടു ഫൈൻഡ് ഔട്ട് എക്സ്പെക്ടഡ് റെന്റൽ വാല്യൂ എത്രയാണ്? FRV or MRV whichever is higher and expected സ്റ്റാൻഡേർഡ് റെന്റ് whichever is less ആണ്. നമുക്കറിയാം ഈ ഒരു ഇതാണ് ഇതിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇവിടെ FRV 28,000 ആണ്. നമുക്ക് എന്തില്ല? ഈ പറയുന്ന MRV ഇല്ലാത്തതുകൊണ്ട് അവിടെ ഹയർ 28,000 എടുക്കാം. എന്നിട്ട് SRVയുമായിട്ട് കമ്പയർ ചെയ്യാം 20,000. then whichever is less ആണ് അവിടെ നമുക്ക് എന്ത് വരിക? എക്സ്പെക്ടഡ് റെന്റൽ വാല്യൂ ആയിട്ട് വരിക. then 20,000 ആണ്. ഓക്കെ, ഗ്രോസ് ആനുവൽ വാല്യൂ കാണാനുള്ള ഇക്വേഷൻ എക്സ്പെക്ടഡ് റെന്റൽ വാല്യൂ ഓർ ആക്ച്വൽ റെന്റൽ വാല്യൂ whichever is higher ആണ്. ഇവിടെ ERV 20,000 നമ്മൾ കണ്ടെത്തി വെച്ചിട്ടുണ്ട്. അതുപോലെ ആക്ച്വൽ റെന്റ് ക്വസ്റ്റിൽ തന്നിട്ടുണ്ട് 24,000 ആണ്. അത് രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ 24,000 ആണ് ഹയർ ആയിട്ട് വരിക. അതുകൊണ്ട് ഗ്രോസ് ആനുവൽ വാല്യൂ എത്രയാണ്? 24,000 ആണ് ഇവിടെ വരിക. ഓക്കെ, ഇങ്ങനെയാണ് കമ്പയർ ചെയ്തിട്ട് കാണേണ്ടത് കേട്ടോ. ഇനി അപ്പൊ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പറയുന്ന ഗ്രോസ് ആനുവൽ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ്. അത് ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ്? ഇവിടെ രണ്ടാമത്തെ സ്റ്റെപ്പ് മുനിസിപ്പൽ ടാക്സ് മൈനസ് ചെയ്യണം അല്ലെ. അപ്പൊ മുനിസിപ്പൽ ടാക്സ് ഈ പറയുന്ന ഗ്രോസ് ആനുവൽ വാല്യൂ ലെസ് ചെയ്യണം. അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഫ്രം ദി ഗ്രോസ് ആനുവൽ വാല്യൂ കമ്പ്യൂട്ടർ സ്റ്റെപ്പ് 1 നമ്മൾ സ്റ്റെപ്പ് 1 കമ്പ്യൂട്ട് ചെയ്ത ഗ്രോസ് ആനുവൽ വാല്യൂയിൽ നിന്നും നമ്മൾ എന്ത് കുറക്കണം? ഡിഡക്ട് മുനിസിപ്പൽ ടാക്സ് ആക്ച്വലി പെയ്ഡ് ബൈ ദ ഓണർ
ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ. ഇവിടെ നോക്കണം, ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് മുനിസിപ്പൽ ടാക്സ് ആക്ച്വലി പെയ്ഡ്. നിർബന്ധമായിട്ട് നമ്മുടെ പ്രീവിയസ് ഇയറിൽ ആ പറയുന്ന മുനിസിപ്പൽ ടാക്സ് എന്ത് ചെയ്യണം, നമ്മൾ പേ ചെയ്തിരിക്കണം. നമുക്കറിയാം മുനിസിപ്പൽ ടാക്സ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ മുനിസിപ്പാലിറ്റിയിലോ കോർപ്പറേഷനിലോ അല്ലെങ്കിൽ പഞ്ചായത്തിലൊക്കെ എന്ത് ചെയ്യാറുണ്ട്, നമ്മളുടെ കെട്ടിട നികുതി നമ്മൾ അടക്കാറുണ്ട് അല്ലെ. അതാണ് ഈ പറയുന്ന സംഭവം മുനിസിപ്പൽ ടാക്സ് പെയ്ഡ് എന്ന് പറയുന്നത്. നമ്മൾ വാടക കൊടുക്കുന്ന ബിൽഡിംഗ് ആണെങ്കിലും അതിനെന്ത് ചെയ്യാറുണ്ട്, നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ ഒരു ടാക്സ് നികുതി അടക്കാറുണ്ട് അല്ലെ. അത് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഹൗസ് പ്രോപ്പർട്ടി ഇൻകത്തിൽ നമുക്ക് കുറക്കാൻ പറ്റും. അതാണ് ഈ സംഭവം കുറക്കുന്നത്. ഗ്രോസ് ആനുവൽ വാല്യൂന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഈ പറയുന്ന മുനിസിപ്പൽ ടാക്സ് പെയ്ഡ്. ഇനി ഒരു കാര്യം കൂടി അവിടെ പറയുന്നുണ്ട്, ആക്ച്വലി പെയ്ഡ് ആയിരിക്കണം. ഡ്യൂ ആയതോ അല്ലെങ്കിൽ കൊടുക്കാനുണ്ട് അല്ലെങ്കിൽ കൊടുത്തിട്ടില്ല എന്നുള്ളതെങ്കിൽ അത് കുറക്കാൻ പറ്റില്ല. ആക്ച്വലി പെയ്ഡ് ആയിരിക്കണം. രണ്ടാമത്തെ ഒരു കാര്യം ഇവിടെ പറയുന്നത് ബൈ ദ ഓണർ ആയിരിക്കണം. ഓക്കെ, ആരടക്കാൻ പാടില്ല, ടെനന്റ് അടക്കാൻ പാടില്ല. ടെനന്റ് എന്ന് പറഞ്ഞാൽ വാടകക്കാരനാണ്. നമ്മളെ കയ്യിൽ നിന്ന് നമ്മളുടെ ഒരു ഹൗസ് പ്രോപ്പർട്ടി, ഒരു വീട് വാടക കൊടുത്തേക്കാണ് അല്ലെ. ആ വീടിന്റെ മുനിസിപ്പൽ ടാക്സ് പേ ചെയ്തത് നമ്മളുടെ ഈ പറയുന്ന ടെനന്റ്, ദാറ്റ് മീൻസ് വാടകക്കാരനാണെങ്കിൽ അത് കുറക്കാൻ പറ്റില്ല. അത് കുറക്കണമെങ്കിൽ നിർബന്ധമായിട്ടും ആര് തന്നെ പേ ചെയ്യണം, അതിന്റെ ഓണർ തന്നെ ആയിരിക്കണം. അതും പ്രീവിയസ് ഇയറിൽ പേ ചെയ്തിരിക്കണം, എങ്കിലേ കുറക്കാൻ പറ്റുള്ളൂ. അങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂവിനെ പറയുന്ന പേരാണ് നെറ്റ് ആനുവൽ വാല്യൂ എന്ന് പറയുന്നത്. നെറ്റ് ആനുവൽ വാല്യൂ. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഗ്രോസിനെ നമുക്ക് നെറ്റ് ആക്കണമെങ്കിൽ ഹൗസ് പ്രോപ്പർട്ടിയിൽ എന്ത് കുറച്ചാൽ മതി, മുനിസിപ്പൽ ടാക്സ് കുറച്ചാൽ മതി. ഗ്രോസ് ആനുവൽ വാല്യൂനെ നെറ്റ് ആനുവൽ വാല്യൂ ആക്കണമെങ്കിൽ നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഈ പറഞ്ഞ മുനിസിപ്പൽ ടാക്സ് പേ ചെയ്തത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെങ്കിൽ അത് കുറക്കുക, നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് നെറ്റ് ആനുവൽ വാല്യൂ എന്ന് പറയും. ഓക്കെ, ഇനി മുനിസിപ്പൽ ടാക്സ് ഇൻക്ലൂഡ് സർവീസ് ടാക്സ് ലൈക്ക് ഫയർ ടാക്സ്, വാട്ടർ ടാക്സ് ഒക്കെ പാടെയാണ് ഡിവൈഡ് ബൈ ലോക്കൽ അതോറിറ്റി ആണ് ആക്ച്വലി സംഭവം. ഇനി അത് ചിലപ്പോൾ നമുക്ക് നേരിട്ട് ക്വസ്റ്റ്യനിൽ തരൂല, ചിലപ്പോൾ ഒരു പെർസെൻറ്റേജ് ആയിരിക്കും തരിക. ഓക്കെ, പെർസെൻറ്റേജ് ആണ് തന്നതെങ്കിൽ മുനിസിപ്പൽ വാല്യൂ തന്നിട്ടുണ്ടോ, MRV ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെങ്കിൽ ആ മുനിസിപ്പൽ വാല്യൂവിന്റെ, എക്സാമ്പിൾ ഈ പറയുന്ന നമ്മളുടെ മുനിസിപ്പൽ ടാക്സ് 10% പറയണം, 10%. അങ്ങനെ പറഞ്ഞിട്ട് നമ്മളുടെ കയ്യിൽ മുനിസിപ്പൽ റെന്റൽ വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ ആ മുനിസിപ്പൽ റെന്റൽ വാല്യൂവിന്റെ 10% അവിടുത്തെ എന്തായിട്ട് വരിക, ഈ ഒരു മുനിസിപ്പൽ ടാക്സ് ആയിട്ട് വരിക. മനസ്സിലായല്ലോ? ആ മുനിസിപ്പൽ വാല്യൂവിന്റെ പെർസെന്റേജ് ആയിരിക്കും ചിലപ്പോൾ നമ്മൾ എടുക്കേണ്ടി വരിക. നേരിട്ട് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ലെങ്കിൽ പകരം പെർസെന്റേജ് പറയുകയാണെങ്കിൽ മുനിസിപ്പൽ വാല്യൂവിന്റെ 10% അല്ലെങ്കിൽ എത്രയാണോ പെർസെന്റേജ് പറഞ്ഞത് അതാണ് എടുക്കേണ്ടത്. ഇനി കുറക്കണമെങ്കിൽ ഞാൻ പറഞ്ഞിട്ട് ഈ ഒരു മുനിസിപ്പൽ ടാക്സ് നമുക്ക് ഡിഡക്ട് ചെയ്യണമെങ്കിൽ ഒരു 3 കണ്ടീഷൻസ് പറയുന്നുണ്ട്. ആ 3 കണ്ടീഷൻസിൽ ഒന്ന്, ഇറ്റ് ഷുഡ് ബി ആക്ച്വലി പെയ്ഡ്. നേരത്തെ പറഞ്ഞു തന്നെ ആക്ച്വലി പെയ്ഡ് ആയിരിക്കണം, അതും ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ. അപ്പൊ കഴിഞ്ഞ വർഷം തന്നെ പേ ചെയ്യണം. ഓക്കെ, ഇനി രണ്ടാമത് ഇറ്റ് മസ്റ്റ് ബി പെയ്ഡ് ബൈ ദ അസസി. അസസി എന്ന് പറഞ്ഞാൽ ഓണർ ആയിരിക്കണം അല്ലെ. ഓണർ തന്നെ ആയിരിക്കും ഇവിടുത്തെ അസസി എന്ന് പറയുന്നത്. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിൽ ഒരു ഇൻകം ഹൗസ് പ്രോപ്പർട്ടി ഇൻകത്തിൽ കൂട്ടണമെങ്കിൽ നമ്മൾ അതിന് കണ്ടീഷൻസ് പറഞ്ഞിരുന്നു. ഈ പറയുന്ന ഓണർ തന്നെ ആയിരിക്കണം ആ പ്രോപ്പർട്ടിയുടെ അല്ലെ. ഈ അസസി ഈ പറയുന്ന പ്രോപ്പർട്ടിയുടെ ഓണർ ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അസസി തന്നെ പേ ചെയ്ത എന്തായിരിക്കണം, ഈ ഒരു മുനിസിപ്പൽ ടാക്സ് ആയിരിക്കണം. ഓക്കെ, ഇനി കഴിഞ്ഞ വർഷം അതായത് പ്രീവിയസ് ഇയറിലെ തന്നെ എമൗണ്ട് ആയിരിക്കണം നമ്മൾ പേ ചെയ്യേണ്ടത്. ഓക്കെ, മനസ്സിലായി കാണുന്ന, അതായത് കഴിഞ്ഞ വർഷത്തെ നമ്മളുടെ കെട്ടിട നികുതി തന്നെ ആയിരിക്കണം നമ്മൾ പേ ചെയ്തത്. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അത് കുറക്കാൻ പറ്റുള്ളൂ. ഇനി ഇവിടെ ഒരു നോട്ട് പറയുന്നുണ്ട്, അൺപെയ്ഡ് മുനിസിപ്പൽ ടാക്സ് പേ ചെയ്യാത്തതോ അല്ലെങ്കിൽ ടെനന്റ് പേ ചെയ്തതോ, ടെനന്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ വാടകക്കാരനാണ്, അയാൾ പേ ചെയ്തതോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ഒരു ഡിഡക്ഷൻസ് നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇതാണ് സ്റ്റെപ്പ് 2. ഒരു ക്വസ്റ്റ്യൻ നോക്കാം. മിസ്റ്റർ ദേവരാജ് ഈസ് ദ ഓണർ ഓഫ് ദി ഹൗസ് വിച്ച് ഈസ് ലെറ്റ് ഔട്ട് at a rent of ₹2,000 per month. The municipal tax at 12% of the rent received is borne by the owner. ഇത് അടച്ചത് ഓണർ തന്നെയാണ്. Compute the net annual value of the house ആണ്. ഓക്കെ, ഇവിടെ നെറ്റ് ആനുവൽ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. നമുക്കിവിടെ വേറെ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും തന്നിട്ടില്ല. MRV FRV അല്ലെങ്കിൽ SRV ഒന്നും നമുക്ക് ഇവിടെ തന്നിട്ടില്ല അല്ലെ. സ്റ്റാൻഡേർഡ് റെന്റോ മുനിസിപ്പൽ റെന്റൽ വാല്യൂസ് അതുപോലെ തന്നെ ഫെയർ റെന്റൽ വാല്യൂ ഒന്നും തന്നിട്ടില്ല. അതുകൊണ്ട് ഇവിടെ ഗ്രോസ് ആനുവൽ വാല്യൂ എന്ത് തന്നെയായിരിക്കും, ആക്ച്വൽ റെന്റ് തന്നെയായിരിക്കും അല്ലെ. അവിടെ എക്സ്പെക്ടഡ് റെന്റുമായിട്ട് ആക്ച്വൽ റെന്റ് കമ്പയർ ചെയ്യാനില്ല. അതുകൊണ്ട് അവിടെ ആക്ച്വൽ റെന്റ് തന്നെയായിരിക്കും എന്തായിട്ട് വരിക, അവിടുത്തെ
ഈ പറയുന്ന ക്വസ്റ്റ്യനിൽ ഇങ്ങനെ തരികയാണെങ്കിൽ അത് തന്നെയായിരിക്കും ഗ്രോസ് ആനുവൽ വാല്യൂ ആയിട്ട് വരിക. അപ്പൊ നമുക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ ആനുവൽ വാല്യൂ നമുക്ക് 12,000 ആണ്, അല്ലെ 2,000 ആണ് പെർ മന്ത്. 2000 കേട്ടോ, ചെറിയൊരു എഡിറ്റ് ഉണ്ട്. 2000 പെർ മന്ത് ആണ്. 2000 പെർ മന്ത് ആകുമ്പോ നമുക്കിവിടെ സോറി ഓക്കെ 2000 പെർ മന്ത് ആകുമ്പോൾ ഒരു വർഷത്തേക്ക് 24,000 രൂപയാണ് നമുക്ക് റെന്റ് ആയിട്ട് കിട്ടുക. ഓക്കെ, വാടകക്കാരുടെ കയ്യിൽ നിന്ന് 2,000 വെച്ചിട്ടാണ് വാടക വാങ്ങുന്നത്. അപ്പോ 24,000 വരും. അതിൽ നിന്നും എന്ത് ചെയ്യുക, നമ്മൾ മുനിസിപ്പൽ ടാക്സ് നമ്മൾ എന്ത് ചെയ്യുക, റെന്റിന്റെ 12% ആണ് മുനിസിപ്പൽ ടാക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് അടച്ചത് ഇവിടെ ഓണർ തന്നെയാന്ന് പറയുന്നുണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു 24,000ന്റെ 12% നമുക്ക് കണ്ടെത്താൻ പറ്റും. 8,000 എത്ര വരുന്നത്, 12% തന്നെയാണ് വരുന്നത്. 2,880 അത് മാറിപ്പോയതാണ് ഇവിടെ ഫിഗർ. 2,880 മൈനസ് ചെയ്ത 21,120 വരുന്നുണ്ടോ? ഞാനത് നോക്കിയിട്ടില്ലായിരുന്നു. ഓക്കെ, 2000 ഫിഗർ എന്ന് പറഞ്ഞ 2,880. ഓക്കെ, മൈനസ് ചെയ്ത് കഴിഞ്ഞ 21,120 അല്ലേ? ഓക്കെ, അപ്പൊ അതിൽ ചെറിയ മിസ്റ്റേക്ക് പറ്റിയ കേട്ടോ. അപ്പൊ നോക്കാം, ഇതാണ് നമുക്ക് കിട്ടുക. ഓക്കെ, മുനിസിപ്പൽ ടാക്സ് 12%, 24,000ന്റെ ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ഇല്ലെങ്കിൽ മുനിസിപ്പൽ റെന്റൽ വാല്യൂ തരുവാണെങ്കിൽ അതിന്റെ 12% ആണ് കാണുന്നത്. ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞു റെന്റ് റിസീവ്ഡ് ചെയ്തതിന്റെ 12% ആണ് എന്ത്, ഈ പറയുന്ന മുനിസിപ്പൽ ടാക്സ് എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് എടുത്തത്. പകരം വലിയൊരു ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ എന്ത് ചെയ്യും, എല്ലാ എമൗണ്ടും തരും. SRVയും സ്റ്റാൻഡേർഡ് റെന്റ് FRV ഒക്കെ തന്നിട്ടുണ്ടെങ്കിൽ, അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, മുനിസിപ്പൽ റെന്റൽ വാല്യൂവിന്റെ 12% ആണ് എടുക്കേണ്ടത്. ഓക്കെ, ഇനി അടുത്ത ഇതിലോട്ട് പോവാം. ചില നമുക്ക് ഡിഫറെന്റ് കേസുകളിൽ എങ്ങനെയാണ് ആനുവൽ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, അപ്പോ ഗ്രോസ് ആനുവൽ വാല്യൂ ഓഫ് ദി പ്രോപ്പർട്ടി വിച്ച് ഈസ് ലെറ്റ് ഔട്ട് ആൻഡ് വാസ് വേക്കന്റ് ഡ്യൂറിംഗ് ദ ഹോൾ ഓർ പാർട്ട് ഓഫ് ദി ഇയർ ആണ്, പ്രീവിയസ് ഇയർ ആണ്. അതായത് ഇപ്പൊ നമ്മളൊരു വീട് വാടക കൊടുക്കുന്ന വീടാണ്. ഓക്കെ, ലെറ്റ് ഔട്ട് ചെയ്യുന്ന ഒരു വീടാണ്. ഹൗസ് പ്രോപ്പർട്ടി വിച്ച് ലെറ്റ് ആൻഡ് വാസ് വേക്കന്റ് ഡ്യൂറിംഗ് ദ ഹോൾ ഇയർ, അല്ലെ? ആ മൊത്തം വർഷത്തിൽ എന്ത് ചെയ്തു, അത് വേക്കന്റ് ആയിട്ട് കിടന്നു. വാടകയ്ക്ക് കൊടുക്കുന്ന ഒരു വീടാണ്, ഒരു ബിൽഡിംഗ് ആണ്. പക്ഷെ അത് അവിടെ ഒഴിഞ്ഞു കിടക്കുകയാണ്, ആരും താമസക്കാരില്ല. അല്ലെങ്കിൽ 6 മാസം താമസിച്ച് പകുതി നിന്നിട്ടില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും 2 മാസം വേക്കന്റ് ആയിട്ട് കിടന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഗ്രോസ് ആനുവൽ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇഫ് ദ ഹൗസ് പ്രോപ്പർട്ടി ലെറ്റ് ഔട്ട് ഈസ് വേക്കന്റ് ഫോർ ദ ഫുൾ ഇയർ, ഗ്രോസ് ആനുവൽ വാല്യൂ നില്ലാണ്. ഇപ്പൊ 12 മാസവും ആ ബിൽഡിംഗിൽ ആരും താമസക്കാരില്ല, റെന്റിന് കൊടുക്കുന്ന വീടാണ്. അങ്ങനെയാണെങ്കിൽ ഗ്രോസ് ആനുവൽ വാല്യൂ നില്ലാണ്. മനസ്സിലാക്കി വെച്ചോളൂ കേട്ടോ. ഇനി പ്രോപ്പർട്ടി ലെറ്റ് ഔട്ട് ആൻഡ് വേക്കന്റ് ഡ്യൂറിംഗ് ദ പാർട്ട് ഓഫ് ദി ഇയർ, നമ്മള് ഈ പറഞ്ഞ പോലെ ലെറ്റ് ഔട്ട് ചെയ്തു. ഒരു 8 മാസം ആൾക്കാരുണ്ടായിരുന്നു, വാടകക്കാരുണ്ടായിരുന്നു. ഈ ബാക്കി 4 മാസം ആൾക്കാരില്ല, താമസക്കാരില്ലെങ്കിൽ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന ഗ്രോസ് ആനുവൽ വാല്യൂ വിൽ ബി കാൽക്കുലേറ്റഡ് ബൈ ഡിഡക്ടിങ് ദ റെന്റ് ഫോർ ദ വേക്കൻസി പീരീഡ്. ഇപ്പൊ 2,000 ആണ് പെർ മന്ത് എങ്കിൽ, 2,000 ആണ് നമുക്ക് മന്ത്ലി റെന്റ് എങ്കിൽ 2,000 × 12 ചെയ്യാം, അല്ലെ? 2,000 × 12 ചെയ്ത നേരത്തെ പ്രോബ്ലത്തിൽ നമുക്ക് 24,000 കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇതാണ് ശരിക്കും നമുക്ക് കിട്ടേണ്ട റെന്റ് എന്ന് പറയുന്നത്. പക്ഷെ 4 മാസം വേക്കന്റ് ആകുമ്പോൾ നമുക്ക് എത്ര കിട്ടാം, 12 പകരം 2,000 × 8, അല്ലെ? 2,000 × 8 മാസം നമുക്ക് അവിടെ താമസക്കാരുള്ളൂ. 2 × 8 16. അപ്പോ അല്ലെ, യെസ്, അതേ കിട്ടുള്ളൂ നമുക്ക് അവിടെ. ദാറ്റ് മീൻസ് നമുക്ക് 4 മാസത്തെ കിട്ടൂല. 4 × 2 8, 8,000 നമുക്ക് എന്ത് ചെയ്യാം, കുറക്കാൻ പറ്റും. ഓക്കെ, 8,000 ഈ കിട്ടിയ റെന്റിന് അല്ലെങ്കിൽ ആക്ച്വൽ റെന്റ് എത്രയാണ് കിട്ടാനുണ്ടായിരുന്നത് അതിന് കുറക്കാം. അതാണ് ഈ പറഞ്ഞത് ഗ്രോസ് ആനുവൽ വാല്യൂ വിൽ ബി കാൽക്കുലേറ്റഡ് ബൈ ഡിഡക്ടിങ് റെന്റ് ഫോർ ദ വേക്കൻസി പീരീഡ്. ഈ 8,000 ആണ് റെന്റ് ഫോർ വേക്കൻസി പീരീഡ് എന്ന് പറയുന്നത്. എന്ത് ചെയ്യാം, നമുക്ക് മൈനസ് ചെയ്യാം. ഇനി ഇവിടെ ഈ ഒരു പ്രോബ്ലത്തില് ഇങ്ങനെ നമുക്ക് വേക്കൻസി വരുന്ന ഒരു പ്രോബ്ലത്തില് നമുക്കറിയാം, ഒരു നേരത്തെ പോലെ ഗ്രോസ് ആനുവൽ വാല്യൂ കാണാൻ നമുക്ക് ആ കമ്പാരിസൺ ഒക്കെ വരുവാണ്. എക്സ്പെക്ടഡ് റെന്റൽ വാല്യൂ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് ആക്ച്വൽ റെന്റ് കമ്പയർ ചെയ്യാണ്.
അങ്ങനെ ആക്ച്വൽ റെന്റും എക്സ്പെക്ടഡ് റെന്റൽ വാല്യൂ നമ്മൾ ഈ പറഞ്ഞ ഡിഡക്ഷൻസ് ഒക്കെ ചെയ്തിട്ടുള്ള ആക്ച്വൽ റെന്റും നമ്മുടെ എക്സ്പെക്ടഡ് റെന്റൽ വാല്യൂ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഈ പറഞ്ഞ ആക്ച്വൽ റെന്റ് ചെറുതാണെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചോ, ആക്ച്വൽ റെന്റ് ചെറുതാണെങ്കിൽ ആക്ച്വലി എന്താ റൂൾ എന്താ, ERV ഓർ ആക്ച്വൽ റെന്റ് വിച്ച് ഈസ് ഹയർ ആണ് എടുക്കുക. ഓക്കെ, ഇങ്ങനെ വേക്കൻസി അല്ലെങ്കിൽ ഇങ്ങനെ വേക്കന്റ് ആയ കിടന്ന കാരണത്താല് എക്സ്പെക്ടഡ് റെന്റൽ വാല്യൂവിനെക്കാട്ടിലും ചെറിയ എമൗണ്ട് ആണ് ആക്ച്വൽ റെന്റ് എങ്കിൽ നമ്മൾ അവിടെ എടുക്കേണ്ടത് ആക്ച്വൽ റെന്റ് എടുത്താൽ മതി. ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അവിടെ ആക്ച്വൽ റെന്റ് തന്നെയായിരിക്കും ഗ്രോസ് ആനുവൽ വാല്യൂ. നമുക്ക് ഇവിടെ അറിയാം നമ്മുടെ റൂൾ പ്രകാരം എന്താ, എക്സ്പെക്ടഡ് റെന്റ് ആക്ച്വൽ റെന്റ് വിച്ച് ഈസ് ഹയർ ആണ്. ഇനി വേക്കൻസി എന്ന കാരണത്താല് ഈ ആക്ച്വൽ റെന്റ് എക്സ്പെക്ടഡ് റെന്റിനെക്കാട്ടിലും ചെറുതാണെങ്കിൽ അവിടെ നമ്മൾ ആക്ച്വൽ റെന്റ് തന്നെയാണ് അവിടുത്തെ ഗ്രോസ് ആനുവൽ വാല്യൂ ആയിട്ട് എടുക്കേണ്ടത്. ഓക്കെ, അതാണ് ഈ ഒരു റെഡിൽ ഇവിടെ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. If actual rent received or receivable related property is less than expected rent owing such vacancy, the actual rent received or receivable will be the gross annual value. Okay. ഇനി ഒരു ക്വസ്റ്റ്യൻ നോക്കാം. MRV is rupees 1,20,000. Then actual rent 14,000 per month. FRV 1,32,000. Standard rent 1,38,000. Okay. From the above particulars, കേൾക്കുന്നില്ലേ നിങ്ങൾക്ക് പറയുന്നത്? ഹലോ, ഓക്കെ, ശരി. ഫ്രം ദി എബോവ് പർട്ടിക്കുലേഴ്സ് കാൽക്കുലേറ്റ് ആക്ച്വൽ റെന്റൽ വാല്യൂ ആണ് നമ്മളോട് ആക്ച്വൽ റെന്റൽ വാല്യൂ ആനുവൽ റെന്റൽ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് നമ്മളോട് പറയുന്നത്. ഓക്കെ, ആനുവൽ റെന്റൽ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. മൂന്ന് കേസ് നോക്കാം. ഏതൊക്കെയാണ് 3 കേസുകൾ? ഒന്ന് പറയണത് ഹൗസ് വാസ് വേക്കന്റ് ഫോർ ദ ഫുൾ ഇയർ ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ ആണ്. ആ വർഷം മൊത്തത്തിൽ എന്ത് ചെയ്തു, അത് വേക്കന്റ് ആയിട്ട് കിടന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഗ്രോസ് ആനുവൽ വാല്യൂ എത്രയാന്നുള്ളതാണ് ചോദ്യം, ആനുവൽ റെന്റൽ വാല്യൂ. ഇനി രണ്ടാമത്, ഇഫ് ദ ഹൗസ് വാസ് വേക്കന്റ് 2 months 2 മാസം വേക്കന്റ് ആയിട്ട് കിടന്നു, ദെൻ പ്രീവിയസ് ഇയറിൽ, ദെൻ പിന്നീട് 2023-24 പ്രീവിയസ് ഇയറിൽ 2 മാസം വേക്കന്റ് ആയിട്ട് കിടന്നു. അങ്ങനെയാണെങ്കിൽ എത്രയാണ് ഗ്രോസ് ആനുവൽ വാല്യൂ, ആനുവൽ വാല്യൂ. ഓക്കെ, ഇനി മൂന്നാമത്തെ കേസ് ഇവിടെ നോക്കാം. ആക്ച്വൽ റെന്റ് ഓഫ് ദി ഹൗസ് 8,000. ഈ പറയാം ആക്ച്വൽ റെന്റ് ഫസ്റ്റത്തെ കേസ്, ആദ്യത്തെ 2 കേസിൽ ആക്ച്വൽ റെന്റ് 14,000 ആയിട്ട് എടുക്കുക. മൂന്നാമത്തെ കേസ് ആകുമ്പോൾ ആക്ച്വൽ റെന്റ് 8,000 ആണെന്ന് അസ്യൂം ചെയ്യുക. എന്നിട്ട് ആ വീട് 2 മാസം വേക്കന്റ് കൂടിയായിട്ട് കടന്നു. ഇങ്ങനെയാണ് 3 കേസ്. നമുക്ക് ആദ്യത്തെ കേസ് നോക്കാം. ഹൗസ് വാസ് വേക്കന്റ് ഫോർ ഫുൾ ഇയർ ഡ്യൂറിംഗ് ദി ഇയർ. എന്തായിരിക്കും ആനുവൽ വാല്യൂ ഒന്ന് പറഞ്ഞേ. ഫുൾ ഇയർ വേക്കന്റ് ആയിട്ട് കിടന്നാൽ വാടക കൊടുക്കുന്ന ഒരു വീടാണ്, അത് ഒരു വർഷം മുഴുവൻ വേക്കന്റ് നില്ലാണ്. യെസ്, റൈറ്റ്. ഫസ്റ്റ് കേസ് ഹൗസ് വാസ് വേക്കന്റ് ഫോർ ദ ഫുൾ ഇയർ ആൻഡ് ഹെൻസ് ഇറ്റ് ഈസ് ഗ്രോസ് ആനുവൽ വാല്യൂ നില്ലായിട്ടാണ് എടുക്കുക. ഓക്കെ, നില്ലാണ്. അപ്പൊ നേരത്തെ കുറച്ച് മുമ്പ് പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, ഇനി 2 മാസം വേക്കന്റ് ആയിട്ട് കടന്നു, അതിന്റെ ആക്ച്വൽ റെന്റ് 14,000 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം നമ്മൾ ചെയ്യുന്ന പോലെ പഴയ പോലെ തന്നെ കമ്പാരിസൺ ഒക്കെ ചെയ്യണം. MRV per annum actual rent 14,000 per month, FRV 1,32,000, സ്റ്റാൻഡേർഡ് റെന്റ് 1,38,000 ആണ്. എക്സ്പെക്ടഡ് റെന്റ് കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. എക്സ്പെക്ടഡ് റെന്റ് കാണാൻ MRV or FRV whichever is higher and സ്റ്റാൻഡേർഡ് റെന്റ് whichever is lower ആണ് എടുക്കുക. അല്ലെ, നമുക്കറിയുന്നതാണ്, നമ്മൾ നേരത്തെ പറഞ്ഞാണ്. MRVയും FRVയും തമ്മിൽ കമ്പയർ ചെയ്യാം. മുനിസിപ്പൽ റെന്റൽ വാല്യൂ അതുപോലെ തന്നെ ഫെയർ റെന്റൽ വാല്യൂ തമ്മിൽ കമ്പയർ ചെയ്യാം. എന്നിട്ട് അതിൽ വലതെടുത്തിട്ട് സ്റ്റാൻഡേർഡ് റെന്റുമായിട്ട് കമ്പയർ ചെയ്യാം, അതില് ലോവർ എടുക്കാം. ഇതാണ് സംഭവം അല്ലെ. അപ്പൊ അങ്ങനെ വരാം. ഇവിടെ MRV എത്രയാ? MRV മുനിസിപ്പൽ റെന്റൽ വാല്യൂ എത്രയാ? ഇവിടെ MRV 1,20,000. FRVയോ? FRV ഇവിടെ തന്നിട്ടുണ്ട് 1,32,000. whichever is higher, ഇതിലേതാ വലുത് വരാം? 1,32,000 ആണ് വലുത് വരിക. 1,32,000 അല്ലെ. ഇനി നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടത്? സ്റ്റാൻഡേർഡ് റെന്റുമായിട്ട് കമ്പയർ ചെയ്യാം അല്ലെ. സ്റ്റാൻഡേർഡ് റെന്റുമായിട്ട് കമ്പയർ ചെയ്തിട്ട് അതിലെ ചെറുതെടുക്കാം. സ്റ്റാൻഡേർഡ് റെന്റ് എത്രയാ? 1,38,000 ആണ്. അപ്പൊ 1,38,000ഉം 1,32,000ഉം ചെറുതേതാ? 1,32,000. ദിസ് വിൽ ബി ദ ERV, എക്സ്പെക്ടഡ് റെന്റൽ വാല്യൂ. ഇനി എന്താ ചെയ്യേണ്ടത്? എക്സ്പെക്ടഡ് റെന്റ് ആക്ച്വൽ റെന്റുമായിട്ട് കമ്പയർ ചെയ്യുക അല്ലെ. എത്ര വരും? ആക്ച്വൽ റെന്റ് 14,000 രൂപയാണ്. 14,000 ഇൻറ്റു 12 ചെയ്താൽ എത്ര വരുന്നത്? 14,000 ഇൻറ്റു 12 എത്ര വരുന്ന എമൗണ്ട് പറഞ്ഞേ? 1,68,000
1,68,000 വരില്ല. 1,60,000 ആണ് ശരിക്കും നമുക്ക് ആ വർഷത്തിൽ കിട്ടേണ്ട ആക്ച്വൽ റെന്റ്. പക്ഷേ 2 മാസം വേക്കന്റ് ആണ്. അപ്പൊ 14,000 പ്ലസ് 14,000 2 മാസം കിട്ടിയിട്ടുണ്ടാവില്ല, 28,000 കിട്ടിയിട്ടുണ്ടാവില്ല. അതെന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. അപ്പൊ 1,68,000 മൈനസ് 28,000 മൈനസ് ചെയ്താൽ എത്ര വരുന്നത്? 1,60,000. യെസ്, 1,40,000 അല്ലെ? അപ്പോ അത് തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ 1,32 ആണ് നമുക്ക് ഇവിടെ എക്സ്പെക്ടഡ് റെന്റൽ വാല്യൂ കിട്ടി. അതും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ whichever is higher. ഇവിടെ നോക്കാം. In the case 1,20,000 or 1,32,000, whichever is higher, 1,32,000 അതാണ്. അതും നമ്മുടെ സ്റ്റാൻഡേർഡ് റെന്റുമായിട്ട് കമ്പയർ ചെയ്തു, ചെറുത് എടുത്തു. അപ്പൊ നമുക്ക് എക്സ്പെക്ടഡ് റെന്റ് ഇവിടെ 1,32,000 കിട്ടി. ഗ്രോസ് ആനുവൽ വാല്യൂ എന്ന് പറഞ്ഞാൽ ആക്ച്വൽ റെന്റും ERV തമ്മിൽ കമ്പയർ ചെയ്ത് വലുതാണ് എടുക്കുക. ഇവിടെ ആക്ച്വൽ റെന്റ് എന്ന് പറഞ്ഞാൽ 1,68,000 ആണ്. ദാറ്റ് മീൻസ് 14,000 ഇൻറ്റു 12. അപ്പൊ നമുക്ക് 1,68,000 കിട്ടും. അതിനെന്ത് ചെയ്യാം? വേക്കൻസി ആയിട്ട് കിടന്ന 2 മാസം ഉണ്ട് അല്ലെ? 1,68,000 ഇൻറ്റു 2/12 ചെയ്താൽ, അല്ലെങ്കിൽ 14,000 ഇൻറ്റു 2 ചെയ്താൽ മതി, 28,000 കിട്ടും. ഓക്കെ, അപ്പൊ നമുക്കത് ആ ലോസ് ഡ്യൂ വേക്കൻസി സംഭവിച്ച കാരണത്താൽ നമുക്ക് കിട്ടാത്ത പൈസ മൈനസ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ കിട്ടും 1,40,000 ആണ് അല്ലെ? ഇനി എന്താ ചെയ്യേണ്ടത്? എക്സ്പെക്ടഡ് റെന്റും ആക്ച്വൽ റെന്റും തമ്മിൽ കമ്പയർ ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാം? whichever is higher. ഇവിടെ 1,40,000 ആണ് നമ്മളുടെ ആക്ച്വൽ റെന്റ്. ദെൻ ഇവിടെ നമ്മളുടെ എക്സ്പെക്ടഡ് റെന്റ് നമ്മൾ കണ്ടെത്തി വെച്ചിട്ടുണ്ട് 1,32,000. അതിലെ വലുത് എന്ന് പറഞ്ഞാൽ 1,40,000 തന്നെയാണ്. സോ ദിസ് വിൽ ബി ദ ഗ്രോസ് ആനുവൽ വാല്യൂ. ഇത് കാണാനാണ് നമ്മളോട് ക്വസ്റ്റ്യൻ പറഞ്ഞത്. ഓക്കെ, അപ്പൊ 2 കേസ് കഴിഞ്ഞു. 2 കാര്യമാണ്, അല്ല സോറി 3 കേസ് ഉണ്ട്. ഒന്ന് ഫുൾ ഇയർ വേക്കന്റ് ആയത്, അതിനില്ല എന്ന് പറഞ്ഞു. ഇനി ഹൗസ് 2 മാസം വേക്കന്റ് ആയി കിടന്നാൽ നമ്മൾ കണ്ടെത്തി. ഇനി മൂന്നാമത്തെ കേസ്, ഇവിടെ 14,000 പകരം 8,000 ആണ് ആക്ച്വൽ റെന്റ്. ഓക്കെ, എന്നിട്ട് 2 മാസം വേക്കന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ എന്താണ് കേസ് നോക്കാം. ആക്ച്വൽ റെന്റ് റിസീവ്ഡ് 8,000 per month, വേക്കന്റ് ഫോർ 2 months. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് വരിക. എക്സ്പെക്ടഡ് റെന്റ് ഒക്കെ അതേപോലെ തന്നെയാണ്, ഇതിൽ മാറ്റങ്ങളൊന്നുമില്ല. നമുക്ക് എക്സ്പെക്ടഡ് റെന്റ് 1,32,000 കിട്ടും. കാരണം അവിടെ MRV, FRV, SRV ഒന്നും മാറുന്നില്ല. അതുകൊണ്ട് അതിന്റെ കമ്പാരിസൺ അതേപോലെ തന്നെയാണ് വരിക. എക്സ്പെക്ടഡ് റെന്റ് നമുക്ക് ഇവിടെ കിട്ടും 1,32,000. ഇനി എന്താ ചെയ്യേണ്ടത്? ആക്ച്വൽ റെന്റും ഈ പറയുന്ന ഈ ഒരു നമ്മളുടെ എക്സ്പെക്ടഡ് റെന്റ് തമ്മിൽ കമ്പയർ ചെയ്യണം അല്ലെ? ആക്ച്വൽ റെന്റ് ഇവിടെ എത്രയാ? അവിടെ 14,000 ആയിരുന്നു, ഇവിടെ 8,000 ആണ്. അപ്പൊ 8,000 ഇൻറ്റു 12, 8,000 ഇൻറ്റു 12 നമുക്ക് കിട്ടും 96,000 ആണ് അല്ലെ? ഇനി 2 മാസം വേക്കന്റ് കൂടിയാണ്. അപ്പോ 8,000 ഇൻറ്റു 2 ചെയ്താൽ 16,000. ആ വേക്കന്റ് ഉള്ളത് മൈനസ് ചെയ്യുക. അപ്പൊ 96 നമുക്ക് വേക്കൻസി എമൗണ്ട് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 80,000 ആണ് നമുക്ക് ഇവിടെ എന്ത് കിട്ടുക? നമ്മളുടെ ആക്ച്വൽ റെന്റ് നമുക്ക് കിട്ടുക. ആക്ച്വൽ റെന്റ്. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? ആക്ച്വൽ റെന്റും നമ്മളുടെ എക്സ്പെക്ടഡ് റെന്റും തമ്മിൽ കമ്പയർ ചെയ്യണം അല്ലെ? അപ്പൊ നമുക്കിവിടെ അത് തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഗ്രോസ് ആനുവൽ വാല്യൂ നമുക്ക് കാണാൻ ആക്ച്വൽ റെന്റ് 8,000, എക്സ്പെക്ടഡ് റെന്റ് 1,32,000, whichever is less ആണ് എടുക്കേണ്ടത്. ശരിക്കും നമുക്ക് എങ്ങനെയാ രണ്ടും കമ്പയർ ചെയ്യുക? വലുതാണ് എടുക്കേണ്ടത്. പക്ഷേ വേക്കൻസി വരുന്ന സമയത്ത് നോട്ട് ചെയ്യുക, വേക്കൻസി വരുന്ന സമയത്ത് നമുക്ക് ആക്ച്വൽ റെന്റ് എക്സ്പെക്ടഡ് റെന്റൽ വാല്യൂവിനെക്കാട്ടിലും ചെറുതാണെങ്കിൽ ആക്ച്വൽ റെന്റ് തന്നെയാണ് നമ്മൾ അവിടെ എടുക്കേണ്ടത്. അതുകൊണ്ടാണ് ഇവിടെ whichever is less എന്ന് പറയാനുള്ള കാരണം. ഞാൻ നേരത്തെ പറഞ്ഞുകൂടെ, ചുവന്ന മഷിയിൽ എഴുതി വെച്ചിട്ടുള്ളത് ഇതാന്നൊക്കെ പറഞ്ഞുകൂടെ അല്ലെ? അതായത് നമ്മളുടെ ആക്ച്വൽ റെന്റ് നമ്മളുടെ എക്സ്പെക്ടഡ് റെന്റിനെക്കാട്ടിലും ചെറുതാണ് ഈ പറയുന്ന വേക്കൻസി പീരീഡ് വരുന്ന കേസ് എങ്കിൽ അവിടെ ആക്ച്വൽ റെന്റ് തന്നെയാണ് അവിടുത്തെ ആനുവൽ വാല്യൂ ആയിട്ട് എടുക്കേണ്ടത്. സോ അതുകൊണ്ട് ഈ 1,30,000 കമ്പയർ ചെയ്തിട്ട് അതിൽ ആക്ച്വൽ റെന്റ് തന്നെയാണ് അവിടുത്തെ ഗ്രോസ് ആനുവൽ വാല്യൂ ആയിട്ട് വരിക. ഓക്കെ, ഇതാണ് ഈ ക്വസ്റ്റനിൽ ഉള്ളത് കേട്ടോ. ഇനി അപ്പൊ നമ്മൾ ഡിഫറെന്റ് കേസുകളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് കമ്പ്യൂട്ടേഷൻ ഓഫ് ആനുവൽ വാല്യൂ ഓഫ് ഡിഫറെന്റ് കേസ്, വേക്കൻസിയുടെ കേസ് പറഞ്ഞു. ഇനി നെക്സ്റ്റ്, ഗ്രോസ് ആനുവൽ വാല്യൂ ഓഫ് എ സെൽഫ് ഒക്കുപ്പൈഡ് ഹൗസ് പ്രോപ്പർട്ടി ആണ്. എന്താണ് സെൽഫ് ഒക്കുപ്പൈഡ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. സെൽഫ് ഒക്കുപ്പൈഡ് എന്ന് പറഞ്ഞാൽ ഈ വാടക, ഈ പറയുന്ന ഹൗസ് ഓണർക്ക് താമസിക്കാനുള്ള വീടിനെ പറയുന്ന പേരാണ് സെൽഫ് ഒക്കുപ്പൈഡ് ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറയും. ഇത് സ്വയം താമസിക്കാൻ വേണ്ടിയിട്ടുള്ള വീടിനെയാണ് സെൽഫ് ഒക്കുപ്പൈഡ് ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറയും. അപ്പൊ നമുക്ക് സ്വയം താമസിക്കാനുള്ള വീടുണ്ടെങ്കിൽ ആ വീട് ഗ്രോസ് ആനുവൽ വാല്യൂ എന്ന് പറഞ്ഞാൽ നില്ലാണ്.
നില്ലായിട്ടാണ് കൺസിഡർ ചെയ്യുക. എ സെൽഫ് ഒക്കുപ്പൈഡ് ഹൗസ് പ്രോപ്പർട്ടി ഈസ് യൂസ്ഡ് ഫോർ വൺസ് ഓൺ റെസിഡൻഷ്യൽ പർപ്പസ് ആണ് അല്ലെ, അയാളുടെ സ്വന്തം താമസത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഗ്രോസ് ആനുവൽ വാല്യൂ ഓഫ് സെൽഫ് ഒക്കുപ്പൈഡ് ഹൗസ് പ്രോപ്പർട്ടി നില്ലാണ്. ഓക്കെ, നില്ലായിട്ടാണ് കൺസിഡർ ചെയ്യുക. ഇനി ഒരു വ്യക്തിക്ക് 3 വീടുണ്ടെന്ന് വിചാരിക്കുക. ആ 3 വീടും അയാള് സെൽഫ് ഒക്കുപ്പൈഡ് ഹൗസ് പ്രോപ്പർട്ടി ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. സ്വന്തം താമസിക്കാൻ, സ്വന്തം കുടുംബക്കാർക്കൊക്കെ താമസിക്കാനാണ് ആ 3 വീട് യൂസ് ചെയ്യണതെങ്കിൽ 2 വീടിന് എന്ത് ചെയ്യാം, അയാൾക്ക് സെൽഫ് ഒക്കുപ്പൈഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യാം. സ്വയം താമസിക്കാനുള്ള രീതിയിൽ എടുത്തിട്ട് അതിന്റെ വാല്യൂ നില്ലായിരിക്കും. ആ 3ാമത്തെ വീട് അയാള് താമസിച്ചാലും ഇല്ലെങ്കിലും അതിന്റെ ആനുവൽ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യും. എന്നിട്ട് അതിനെ ഡീംഡ് ടു ബി ലെറ്റ് ഔട്ട്, അതായത് ലെറ്റ് ഔട്ട് ചെയ്ത പോലെ, എന്താ ലെറ്റ് ഔട്ട് ചെയ്യാന്ന് പറഞ്ഞാല് വാടകക്ക് കൊടുത്ത പോലെ ട്രീറ്റ് ചെയ്യും. മനസ്സിലായല്ലോ? ഈ വാടക കൊടുത്താലും ഇല്ലെങ്കിലും അതിന്റെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യും നമ്മള്. അപ്പൊ അവിടെ ഒരു ഡൗട്ട് ഉണ്ടാവും, എങ്ങനെയാണ് ഗ്രോസ് ആനുവൽ വാല്യൂ കാണാന്നുള്ളത് അല്ലെ. ഗ്രോസ് ആനുവൽ വാല്യൂ കാണാനുള്ള ഇക്വേഷൻ എന്താ, ആക്ച്വൽ റെന്റ് ആൻഡ് എക്സ്പെക്ടഡ് റെന്റ് വിച്ചർ ഈസ് ഹയർ ആണ്. നമുക്ക് അവിടെ എന്തുണ്ടാവില്ല, ആക്ച്വൽ റെന്റ് ഉണ്ടാവില്ല. അപ്പൊ പിന്നെ ഏതിന്റെ ആയിരിക്കും അവിടുത്തെ ആനുവൽ വാല്യൂ, എക്സ്പെക്ടഡ് റെന്റ്. എക്സ്പെക്ടഡ് റെന്റ് നമുക്ക് എന്തായാലും ഓരോ പ്രോപ്പർട്ടിക്കും ഉണ്ടാവും. അപ്പോ അതാണ് അവിടുത്തെ ഡീംഡ് ടു ബി ലെറ്റ് ഔട്ട് ഉണ്ട്. ദാറ്റ് മീൻസ് ഒരു 3 വീടും നമ്മൾ സ്വന്തം താമസിക്കാനുള്ള വീടാണെങ്കിൽ പോലും ഇൻകം ടാക്സ് പർപ്പസിൽ ഈ പറയുന്ന 2 വീടിന് എക്സംഷൻസ് കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞത് നമുക്ക് ഓർമ്മ ഉണ്ടോ എന്ന് വിചാരിക്കുന്നു. നമ്മളുടെ അല്ലെ ഇൻകം എക്സെപ്റ്റഡ് ഹൗസ് പ്രോപ്പർട്ടി ഇൻകത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 4ാമത് ഇൻകം ഫ്രം 2 സെൽഫ് ഒക്കുപ്പൈഡ് ഹൗസ്. 2 സെൽഫ് ഒക്കുപ്പൈഡ് ഹൗസ്, 2 വീട് എന്താണ്, എക്സെപ്റ്റഡ് ആണ്. മനസ്സിലായല്ലോ? അതുകൊണ്ടാണ് അവിടെ പറയാനുള്ള കാരണം. ഇനി അപ്പൊ ഇത് നോക്കുക, ഗ്രോസ് ആനുവൽ വാല്യൂ ഓഫ് സെൽഫ് ഒക്കുപ്പൈഡ് ഹൗസ് പ്രോപ്പർട്ടി നില്ലാണ്. 2 വീട് വരെ എന്താണ്, സെൽഫ് ഒക്കുപ്പൈഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യാം. ദെൻ അങ്ങനെ 2, ഇപ്പൊ 3 വീട് ഉണ്ടെങ്കിൽ അതിലെ ഏറ്റവും ഹയസ്റ്റ് വാല്യൂ വരുന്ന 2 വീടിന് എന്ത് ചെയ്യാം, അയാളുടെ സെൽഫ് ഒക്കുപ്പൈഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യാം. എന്നിട്ട് അതിന്റെ വാല്യൂ നില്ലായിരിക്കും. ഇനി 3ാമത്തെ കേസ് പാർട്ട്ലി സെൽഫ് ഒക്കുപ്പൈഡും പാർട്ട്ലി ലെറ്റ് ഔട്ട് ആണ്. ഒരു വീടുണ്ട്, ആ വീട് അയാള് പാർട്ട്ലി സ്വന്തം താമസത്തിന് ഉപയോഗിക്കുകയാണ്. അതുപോലെ തന്നെ പകുതി ഭാഗം അയാൾ എന്ത് ചെയ്തു, ഈ പറഞ്ഞ പോലെ ലെറ്റ് ഔട്ട് ചെയ്തു, വാടകയ്ക്ക് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ നമുക്കറിയാം ഈ മുകളിലൊക്കെ വാടകയ്ക്ക് കൊടുക്കുന്ന ചില വീടുകളൊക്കെ ഉണ്ട് അല്ലെ. അങ്ങനത്തെ കേസാണ് ഇവിടെ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ഗ്രോസ് ആനുവൽ വാല്യൂ എന്തായിട്ട് വരും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇവിടെ ആ വീട് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിലും സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും ഉണ്ടോ, ഇവിടെ യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ ആ പ്രോപ്പർട്ടിയാണ്. അതായത് പാർട്ട്ലി സെൽഫ് ഒക്കുപ്പൈഡും പാർട്ട്ലി ലെറ്റ് ഔട്ടും ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ് ഇവിടുത്തെ യൂണിറ്റ് എന്ന് മീൻ ചെയ്യുന്നത്. അത് സെപ്പറബിൾ ആണ്, ഇൻസെപ്പറബിൾ ആണെങ്കിൽ, നമുക്കതിനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ആ വീടിന് സെൽഫ് ഒക്കുപ്പേഷന്റെ ഒരു ബെനിഫിറ്റ്സും കിട്ടില്ല. അതിനർത്ഥം അതിന് ഒരു എക്സംഷൻസും കിട്ടില്ല. ആ വീട് മൊത്തത്തിൽ ലെറ്റ് ഔട്ട് ചെയ്ത പോലെ പരിഗണിക്കുന്നുള്ളതാണ്. മനസ്സിലായല്ലോ? ആ വീടിനെ നമുക്ക് ഇങ്ങനെ 2ആയിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ, ലെറ്റ് ഔട്ട് ആയിട്ടും പാർട്ട്ലി സെൽഫ് ഒക്കുപ്പൈഡ് ആയിട്ടും നമുക്ക് ട്രീറ്റ് ചെയ്യാം. അല്ലെങ്കിൽ അതിനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കണ്ടീഷൻ ആണെങ്കിൽ ആ ഇറ്റ് ഈസ് കൺസിഡേർഡ് 1 ഹൗസ്, ഒരൊറ്റ വീടായിട്ട് കൺസിഡർ ചെയ്യും. നോ ബെനിഫിറ്റ് ഓഫ് സെൽഫ് ഒക്കുപ്പേഷൻ ഈസ് അലൗഡ് ആണ്. നമുക്ക് അങ്ങനെ ഒരു ബെനിഫിറ്റും കിട്ടില്ല. ഇവിടുത്തെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, സെൽഫ് ഒക്കുപ്പൈഡ് ഹൗസ് പ്രോപ്പർട്ടിയുടെ വാല്യൂ നില്ലാണ്. ഓക്കെ, ആ ബെനിഫിറ്റോട് കിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ മീൻ ചെയ്യുന്നത്. ഇനി ഇഫ് യൂണിറ്റ്സ് ആർ സെപ്പറബിൾ, നമുക്ക് അങ്ങനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, 2 നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈച്ച് യൂണിറ്റ്സ്, ഓരോ പാർട്ടിനെയും നമ്മൾ ഓരോ ഹൗസ് ആയിട്ട് കൺസിഡർ ചെയ്യും. ഇപ്പോൾ വാടക കൊടുത്തതിന് ഒരു വീടായിട്ടും നമ്മൾ താമസിക്കുന്നതിനെ വേറെ വീടായിട്ടും കൺസിഡർ ചെയ്യും. ഒരൊറ്റ വീടിനെ നമ്മൾ അങ്ങനെ സെപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് വാടക കൊടുത്തതിന് ഒരു വീടായിട്ടും നമ്മൾ താമസിക്കുന്ന സെൽഫ് ഒക്കുപ്പേഷൻ വീടിനെ വേറെ വീടായിട്ടും എന്ത് ചെയ്യും, ട്രീറ്റ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, സെൽഫ് ഒക്കുപ്പൈഡിന്റെ എല്ലാ ബെനിഫിറ്റുകളും ആ സെൽഫ് ഒക്കുപ്പൈഡ് പോർഷന് റിസീവ് ചെയ്യുകയും ചെയ്യും. ഇഫ് ദ ഹൗസ് പ്രോപ്പർട്ടി ഈസ് ലെറ്റ് ഔട്ട് ഫോർ പാർട്ട് ഓഫ് ദ ഇയർ ആൻഡ് ഈസ് യൂസ്ഡ് സെൽഫ് ഒക്കുപ്പേഷൻ ഫോർ ദ അതർ പാർട്ട് ഓഫ് ദ ഇയർ, നോ ബെനിഫിറ്റ് കിട്ടില്ല. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടൂല. അപ്പൊ ഈ പറഞ്ഞ ഹൗസ് പ്രോപ്പർട്ടി ലെറ്റ് ഔട്ട് ഫോർ പാർട്ട് ഓഫ് ദി ഇയർ, പകുതി എന്ത് ചെയ്തു, പാർട്ട് ഓഫ് ദി ഇയർ ആ വീടും മൊത്തമായിട്ട് എന്ത് ചെയ്തു, വാടക കൊടുത്തു. ആൻഡ് ഈസ് യൂസ്ഡ് സെൽഫ് ഒക്കുപ്പേഷൻ ഫോർ ദ അതർ പാർട്ട് ഓഫ് ദി ഇയർ. ഒരു വീടുണ്ട്, ആ വീട് 6 മാസം നമ്മൾ എന്ത് ചെയ്തു, ലെറ്റ് ഔട്ട് ചെയ്തു. എന്നിട്ട് 6 മാസത്തിന് ശേഷം എന്ത് ചെയ്തു, അത് ഞാൻ എന്റെ സ്വന്തം താമസത്തിന് ഉപയോഗിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൽഫ് ഒക്കുപ്പേഷന്റെ ഒരു ബെനിഫിറ്റും കിട്ടില്ല.
മനസ്സിലായല്ലോ? ഇതും കൂടി ഇവിടെ പറയുന്നുണ്ട്. അപ്പോ ഗ്രോസ് ആനുവൽ വാല്യൂ ഓഫ് എ പാർട്ട്ലി സെൽഫ് ഒക്കുപൈഡ് ആൻഡ് പാർട്ട്ലി ലെറ്റ് ഔട്ടിന്റെ കേസാണ് ഇവിടെ പറഞ്ഞത്. ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഫ്രം ദി ഫോളോയിങ് ഇൻഫർമേഷൻ കാൽക്കുലേറ്റ് ദ ആനുവൽ വാല്യൂ ഓഫ് ദി ഹൗസ് ആണ്. ഹാഫ് ഓഫ് ദി ഹൗസ് ഈസ് സെൽഫ് ഒക്കുപൈഡ്. പകുതി എന്താണ്? ഒക്കുപൈഡ് ആണ്. ദെൻ ഹാഫ് ഓഫ് ദി ഹൗസ് ലെറ്റ് ഔട്ടും ചെയ്തിട്ടുണ്ട്. 10,000 രൂപ പെർ മന്ത് റെന്റും കിട്ടുന്നുണ്ട്. മുനിസിപ്പൽ വാല്യൂ ഓഫ് ദി ഹൗസ് 22 lakh rupees ആണ്. മുനിസിപ്പൽ ടാക്സ് 20% ആണ്. ഓക്കെ, അപ്പൊ ഈ പ്രോബ്ലത്തിലാണ് 20% പറഞ്ഞാൽ മുനിസിപ്പൽ വാല്യൂവിന്റെ ഈ 2 lakhന്റെ 20% ആണ് എന്ത്? മുനിസിപ്പൽ ടാക്സ്. അതെന്തിന് തന്നാന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, ഇനി ഇതിന് ആൻസർ നമ്മൾ കാണിച്ചു തരാം. ആനുവൽ വാല്യൂ ഓഫ് ദി സെൽഫ് ഒക്കുപൈഡ് ഫസ്റ്റ് കേസിൽ അല്ലേ, ഈ സെൽഫ് ഒക്കുപൈഡ് പോർഷൻ ഹാഫ് ഓഫ് ദി വീട് എന്താണ്? സെൽഫ് ഒക്കുപൈഡ് എന്ന് പറഞ്ഞു. ആ സെൽഫ് ഒക്കുപൈഡ് പോർഷന്റെ വാല്യൂ ഇല്ല എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണത്. ഇനി ലെറ്റ് ഔട്ട് പോർഷന്റെ ഗ്രോസ് ആനുവൽ വാല്യൂ കാണാന് നമുക്കറിയാം ഇവിടെ എക്സ്പെക്ടഡ് റെന്റൽ വാല്യൂ ഉണ്ട്, അതുപോലെ തന്നെ ആക്ച്വൽ റെന്റും ഉണ്ട് അല്ലെ. ആക്ച്വൽ റെന്റ് എത്രയാ? 10,000 പെർ മന്ത് ആണ്. അപ്പോ 10,000 വരുമ്പോൾ ഒരു വർഷം എത്ര വരും? നമുക്ക് ഈ പറഞ്ഞ പോലെ ഈ ഒരു ക്വസ്റ്റില് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഇതിൽ എക്സ്പെക്ടഡ് റെന്റും കൂടി ഉണ്ട് കേട്ടോ. അതിൽ ഞാൻ ആഡ് ചെയ്യാൻ മറന്നുപോയതാണ്. എക്സ്പെക്ടഡ് റെന്റൽ വാല്യൂ ഈ ഒരു ക്വസ്റ്റ്യനിലുണ്ട്. ഓക്കെ ഓക്കെ അപ്പൊ നോക്കാം. ഇവിടെ എക്സ്പെക്ടഡ് റെന്റൽ വാല്യൂ നമുക്കിവിടെ കിട്ടിയത് 1 lakh അല്ലെങ്കിൽ ആക്ച്വൽ റെന്റ് ഈ പറഞ്ഞ പോലെ 1,20,000 ആണ്. ഇവിടെ ആക്ച്വൽ റെന്റ് ഈ പറഞ്ഞ നമ്മുടെ എക്സ്പെക്ടഡ് റെന്റിനെക്കാട്ടിലും വലുതാണ്. അതുകൊണ്ട് അത് തന്നെയാണ് എടുക്കുക. നമുക്കറിയാം ഇവിടെ 2 lakh rupees ആണ് മുനിസിപ്പൽ വാല്യൂ വരുന്നത്. പക്ഷെ ഇവിടെ എക്സ്പെക്ടഡ് റെന്റ് എന്ന് പറയുന്ന സാധനം കൂടി ഈ ക്വസ്റ്റ്യനിൽ ഉണ്ട് കേട്ടോ. അത് വിട്ടുപോയതാണ്. എക്സ്പെക്ടഡ് റെന്റ് 1 lakh rupees നമ്മളുടെ ആക്ച്വൽ റെന്റ് 1,20,000 ആണ്. അത് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ വിച്ച് ഈസ് ഹയർ 1,20,000 തന്നെയാണ് വലുത് വരിക. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടി? ഗ്രോസ് ആനുവൽ വാല്യൂ കിട്ടി. ഓക്കെ, അതിന് എന്ത് മൈനസ് ചെയ്യണം? മുനിസിപ്പൽ ടാക്സ് മൈനസ് ചെയ്യണം അല്ലെ. ഈ 2 lakhന്റെ 20% ആണ്. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടും എത്രയാണ്? 40,000 ആണ് കിട്ടുക. പക്ഷെ ആ 40,000 മുനിസിപ്പൽ ടാക്സ് ഈ ഒരൊറ്റ വീടിന്റെ ടാക്സ് ആണ്. ഇവിടെ ഇതാണ് ഇപ്പൊ ഒരു പ്രത്യേകത ഉള്ളൂ. ഈ ഒരു കാര്യം മാത്രം നോട്ട് ചെയ്യാം. 2 lakh എന്ന് പറഞ്ഞാല് ആ മൊത്തം വീടിന്റെ മുനിസിപ്പൽ വാല്യൂ ആണ്. മനസ്സിലായല്ലോ? ആ വീട് പകുതി സെൽഫ് ഒക്കുപ്പേഷൻ ആണ്. പകുതി എന്താണ്? വാടക കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പകുതി കൊടുത്തതിന്റെ ഗ്രോസ് ആനുവൽ വാല്യൂ ആണ് 1,20,000. അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? മുനിസിപ്പൽ ടാക്സ് മൈനസ് ചെയ്ത് കുറക്കാം. ഓക്കെ, നമ്മൾ ലെറ്റ് ഔട്ട് ചെയ്ത പോർഷന്റെ മാത്രമേ മുനിസിപ്പൽ ടാക്സ് കുറക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആ വീടിന്റെ ടോട്ടൽ മുനിസിപ്പൽ ടാക്സ് അടച്ചിട്ടുള്ളത് 40,000 രൂപയാണ്. അതായത് ഈ പറയുന്ന 2,20,000 40,000 ആണ്. അതിന്റെ പകുതി സെൽഫ് ഒക്കുപ്പേഷനും പകുതി എന്താണ്? ലെറ്റ് ഔട്ടും ആണ്. ലെറ്റ് ഔട്ടിന്റെ മുനിസിപ്പൽ ടാക്സ് മാത്രമേ നമുക്ക് കുറക്കാൻ പറ്റുള്ളൂ. സോ അതുകൊണ്ടാണ് 40,000 ഡിവൈഡ് ബൈ 2 ചെയ്തപ്പോ 20,000 കിട്ടിയത്. 20,000 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കുറക്കാൻ പറ്റുള്ളൂ. സെൽഫ് ഒക്കുപ്പേഷന്റെ മുനിസിപ്പൽ ടാക്സ് കുറക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് കൂടെ ആൻസർ കിട്ടി. എത്രയാണ്? 1 lakh rupees ആണ് കൂടെ ആൻസർ. ഓക്കെ, ഇനി നെക്സ്റ്റ് നാലാമത്തെ കേസ് ഗ്രോസ് ആനുവൽ വാല്യൂ ഓഫ് ഡീംഡ് ടു ബി ലെറ്റ് ഔട്ട്. ഈ ഡീംഡ് ടു ബി ലെറ്റ് ഔട്ട് ആണ് നേരത്തെ പറഞ്ഞത്. അതായത് an assessee fortunate enough to own more than 2 house property ആണ്. ഓക്കെ, 2-ലധികം ഹൗസ് പ്രോപ്പർട്ടീസ് ഒരു അസസിക്ക് ഉണ്ട്. യൂസിങ് ഓൾ ഓഫ് ദം സെൽഫ് ഒക്കുപ്പേഷൻ. എന്നിട്ട് ആ വീട് മൊത്തം, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരാൾക്ക് 5 വീടുണ്ട്. ആ 5 വീടും അയാളുടെ സെൽഫ് ഒക്കുപ്പേഷൻ യൂസ് ചെയ്യാണ്. ഓക്കെ, അതൊന്നും വാടകയ്ക്ക് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ ചെയ്യേണ്ടത് അറിയാം അല്ലെ. 2 വീടിനെ അയാളുടെ ചോയ്സിനനുസരിച്ച് എന്ത് ചെയ്യാം? സെൽഫ് ഒക്കുപ്പൈഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യാം അല്ലെ. ഇൻ കേസ് ഓൺലി 2 ഹൗസ് ഓഫ് ഹിസ് ചോയ്സ് ഈസ് ട്രീറ്റഡ് ആസ് സെൽഫ് ഒക്കുപ്പൈഡ്. 2 വീടിനെ അയാൾക്ക് താമസിക്കാനുള്ള വീടായിട്ട് കൺസിഡർ ചെയ്യാം. And all other houses will be considered as deemed let out ആണ്. deemed let out deemed എന്ന് പറഞ്ഞാൽ ലൈക്ക് എന്നുള്ള മീനിങ് ആണ്. സച്ച് ലൈക്ക്, അതുപോലെ എന്നൊക്കെയാണ്. അപ്പോ ലെറ്റ് ഔട്ട് ചെയ്ത പോലെ പരിഗണിക്കേണ്ടി വരും. അങ്ങനത്തെ വീടിനാണ് ഡീംഡ് ടു ബി ലെറ്റ് ഔട്ട് എന്ന് പറയാം. മനസ്സിലായല്ലോ? 2-ലധികം വീടുകളൊരു ഒരു അസസിക്കുണ്ട്. അത് എല്ലാ വീടുകളും ഈ പറഞ്ഞ പോലെ സെൽഫ് ഒക്കുപ്പേഷൻ ആണെങ്കിൽ 2 വീടിന് എന്ത് ചെയ്യാം? അയാൾക്ക് സെൽഫ് ഒക്കുപ്പേഷൻ ആയിട്ട് ട്രീറ്റ് ചെയ്യാം. ബാലൻസ് വീടുകളെ നമ്മൾ ഡീംഡ് ടു ബി ലെറ്റ് ഔട്ട് ആയിട്ട് കൺസിഡർ ചെയ്യും. എന്നിട്ട്
അതിന്റെ വാല്യൂ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടി വരും. എങ്ങനെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ഞാൻ നേരത്തെ പറഞ്ഞു അല്ലെ. ഗ്രോസ് ആനുവൽ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള ഇക്വേഷൻ എക്സ്പെക്ടഡ് റെന്റൽ വാല്യൂ ഓർ ആക്ച്വൽ റെന്റ് റിസീവ്ഡ് വിച്ചെവർ ഈസ് ഹയർ ആണ് അല്ലെ. പക്ഷെ ഇവിടെ എന്തുണ്ടാവില്ല, ആക്ച്വൽ റെന്റ് എന്ന് പറയുന്ന സാധനമല്ലേ, കാരണം അത് വാടകയ്ക്ക് കൊടുത്തിട്ടില്ലെങ്കിൽ അവിടെ ആക്ച്വലി അയാൾക്ക് റെന്റ് കിട്ടില്ല. സോ അതുകൊണ്ട് എക്സ്പെക്ടഡ് റെന്റൽ വാല്യൂ വിൽ ബി ദ എന്തായിരിക്കും വരിക, അവിടുത്തെ ഒരു ഗ്രോസ് ആനുവൽ വാല്യൂ ആയിട്ട് കൺസിഡർ ചെയ്യുക. ഗ്രോസ് ആനുവൽ വാല്യൂ ആയിട്ട് വരിക. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. മിസ്റ്റർ ശങ്കർ ഈസ് ദ ഓണർ ഓഫ് 3 ഹൗസസ്. ശങ്കറിന് 3 വീടാണുള്ളത്. ഇറ്റ് ഈസ് യൂസസ് ഫോർ ഹിസ് റെസിഡൻഷ്യൽ പർപ്പസ് ആണ്. ഈ 3 വീടും അയാളുടെ താമസത്തിന് വേണ്ടിയിട്ട് ഇയാൾ യൂസ് ചെയ്യാണ്. ഓക്കെ, കമ്പ്യൂട്ട് ദ ആനുവൽ വാല്യൂ ഓഫ് ദി ഹൗസ് പ്രോപ്പർട്ടി ഫോർ ദ അസസ്മെന്റ് ഇയർ 24-25 ഫ്രം ദി ഫോളോയിങ് ഇൻഫർമേഷൻ. ഫസ്റ്റ് ഹൗസിന്റെ FRV 2,40,000 ആണ്. സെക്കൻഡ് ഹൗസിന്റെ ഫെയർ റെന്റൽ വാല്യൂ 24,000 ആണ്. ദെൻ തേർഡ് ഹൗസിന്റെ ഫെയർ റെന്റൽ വാല്യൂ 1,20,000 ആണ്. മുനിസിപ്പൽ ടാക്സ് 10% ആണ്. ഓക്കെ, FRVന്റെ 10% ആണ്. ഇനി ഫയർ ഇൻഷുറൻസ് പ്രീമിയം 2,400, അതുപോലെ 400, 7,000. അതായത് ഓരോ വീടിനും ഒരടച്ച ഫയർ ഇൻഷുറൻസ് പ്രീമിയം എടുത്തിട്ടുണ്ട്. സെക്കൻഡ് അത് കൊടുത്തിട്ടുണ്ട്. അസസി സ്പെസിഫൈ ചെയ്ത. ഇനി ഈ അസസി ഓൾറെഡി പറഞ്ഞു ആദ്യത്തെ വീടും അതുപോലെ മൂന്നാമത്തെ വീടുമാണ് അയാൾ എക്സംഷന് വേണ്ടിയിട്ട് എടുക്കുന്നത്. അതായത് സെൽഫ് ഒക്കുപ്പേഷന്റെ എക്സംഷന് വേണ്ടിയിട്ട് എടുക്കണമെന്ന് പറഞ്ഞു. അതായത് ആദ്യത്തെ വീട് എത്രയാ, 2,40,000. രണ്ടാമത്തെ വീടിന്റെ ഫെയർ റെന്റൽ വാല്യൂ 1,20,000. ഇത് രണ്ടും എന്ത് ചെയ്തു, അയാൾ ഈ പറഞ്ഞ സെൽഫ് ഒക്കുപ്പൈഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പൊ അത് രണ്ടും എന്ത് കിട്ടും, അയാൾക്ക് എക്സംഷൻസ് കിട്ടും. നമുക്ക് ഇതിന്റെ ആൻസർ നോക്കാം. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റത്തെ വീട്, ഇത് ഫസ്റ്റത്തെ വീടാണ് കേട്ടോ, ഇത് രണ്ടാമത്തെ വീടാണ്, ഇത് മൂന്നാമത്തെ വീടാണ്. അപ്പോൾ ഗ്രോസ് ആനുവൽ വാല്യൂ ഓഫ് ദി ഫസ്റ്റ് സെൽഫ് ഒക്കുപ്പൈഡ് ഹൗസ് പ്രോപ്പർട്ടി നില്ലാണ്. കാരണം ആദ്യത്തതും മൂന്നാമത്തതും അയാൾ എന്ത് ചെയ്തു, സെലക്ട് ചെയ്തു പറഞ്ഞു. അതുകൊണ്ട് ഫസ്റ്റത്തെ വീട് എന്താണ്, നില്ലാണ്. രണ്ടാമത്തെ വീട് അയാൾ ഡീംഡ് ടു ബി ലെറ്റ് ഔട്ട് ആയിട്ട് ട്രീറ്റ് ചെയ്യും അല്ലെ. 2 വീട് മാത്രമേ അയാൾക്ക് സെൽഫ് ഒക്കുപ്പൈഡ് ആയിട്ട് എടുക്കാൻ പറ്റുള്ളൂ. സോ അതുകൊണ്ട് രണ്ടാമത്തെ വീടിനെ എന്ത് ചെയ്തു, ട്രീറ്റ് ചെയ്തു, ഡീംഡ് ടു ബി ലെറ്റ് ഔട്ട് ആയിട്ട് എടുക്കും. എന്നിട്ട് അതിന്റെ മുനിസിപ്പൽ വാല്യൂ എത്രയാണോ 24,000 ആണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് അല്ലെ. സോ 24,000 ആയിരിക്കും അവിടുത്തെ ഗ്രോസ് ആനുവൽ വാല്യൂ ആയിട്ട് വരിക. കാരണം അവിടെ വേറെ കമ്പാരിസണുള്ള ഡീറ്റെയിൽസ് ഒന്നും തന്നിട്ടില്ല. ഓക്കെ, അതിൽ നിന്നും എന്ത് ചെയ്യണം, നമുക്ക് മുനിസിപ്പൽ ടാക്സ് പേ ചെയ്തത് മൈനസ് ചെയ്യാം. അപ്പൊ നമുക്ക് മുനിസിപ്പൽ ടാക്സ് 24,000ന്റെ 10% 2,400 ആണ്. മൈനസ് ചെയ്താൽ ആനുവൽ വാല്യൂ കിട്ടും 21,600 കിട്ടും. ഇനി മൂന്നാമത്തെ ഹൗസിന്റെയും തേർഡ് സെൽഫ് ഒക്കുപ്പൈഡ് ഹൗസ് പ്രോപ്പർട്ടിന്റെ ഗ്രോസ് ആനുവൽ വാല്യൂ നില്ലാണ് എടുക്കുക. കാരണം ഒന്നാമത്തെയും മൂന്നാമത്തെയും വീട് അയാൾ എന്ത് ചെയ്തു, ഇയാൾ സെൽഫ് ഒക്കുപ്പൈഡ് ആയിട്ട് ട്രീറ്റ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോ ഈ ഫസ്റ്റത്തെ 2 വീടിന്റെയും മുനിസിപ്പൽ ടാക്സ് പേ ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റില്ല, കുറക്കാൻ പറ്റില്ല. കാരണം സെൽഫ് ഒക്കുപ്പൈഡ് ഹൗസ് പ്രോപ്പർട്ടിയാണ്. ലെറ്റ് ഔട്ടിന്റെ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് മുനിസിപ്പൽ ടാക്സ് പേ ചെയ്തത് കുറക്കാൻ പറ്റുള്ളൂ. അതാണ് ഇവിടെ ഈ ചുവന്ന ഇതിൽ കാണിച്ചിട്ടുള്ളത്. മുനിസിപ്പൽ ടാക്സ് പെയ്ഡ് ഈസ് നോട്ട് ഡിഡക്റ്റബിൾ ഫോർ 2 സെൽഫ് ഒക്കുപ്പൈഡ് ഹൗസ് പ്രോപ്പർട്ടി ഹൂസ് ഗ്രോസ് ആനുവൽ വാല്യൂ നില്ലാണ്. ഓക്കെ, അതുകൊണ്ട് കുറക്കാൻ പറ്റില്ല. ഇനി നെക്സ്റ്റ്, ഗ്രോസ് ആനുവൽ വാല്യൂ ഓഫ് സെൽഫ് ഒക്കുപ്പൈഡ് ഹൗസ് റിമൈനിങ് വാക്കന്റ് ഡ്യൂ ടു എംപ്ലോയ്മെന്റ് ആണ്. ഓക്കെ, അതായത് ഇപ്പോ ഒരാൾക്ക് സെൽഫ് ഒക്കുപ്പൈഡ് ഹൗസ് പ്രോപ്പർട്ടി ഉണ്ട്. ഓക്കെ, അയാൾക്ക് താമസിക്കാനുള്ള ഒരു വീടുണ്ട്. ആ വീട്ടിൽ അയാൾക്ക് താമസിക്കാൻ പറ്റുന്നില്ല. കാരണം അയാളുടെ ജോലി സ്ഥലം അല്ലെങ്കിൽ അയാളുടെ ബിസിനസ് അല്ലെങ്കിൽ അയാളുടെ പ്രൊഫഷൻ ഇയാളുടെ സെൽഫ് ഒക്കുപ്പൈഡ് ഹൗസ് പ്രോപ്പർട്ടി നിൽക്കുന്ന സ്ഥലത്ത് നിന്നും ഒരുപാട് ദൂരെയാണ്. അപ്പൊ അയാൾക്ക് ആ ജോലിയുടെ ഭാഗമായിട്ട് അയാൾക്ക് ആ വീട്ടിൽ താമസിക്കാൻ പറ്റുന്നില്ല. പക്ഷെ ആ വീട്ടിൽ നിന്നും അയാൾക്ക് ഒരു റെന്റും കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ ഒരു ഇൻകവും കിട്ടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ കിട്ടുന്ന ഇൻകത്തിനെ നില്ലായിട്ട് കൺസിഡർ ചെയ്യാം. മനസ്സിലായാലോ? അതാണ് ഈ കേസ്. ഗ്രോസ് ആനുവൽ വാല്യൂ ഓഫ് സെൽഫ് ഒക്കുപ്പൈഡ് ഹൗസ് റിമൈനിങ് വാക്കന്റ് ഡ്യൂ ടു എംപ്ലോയ്മെന്റ്. ജോലി കാരണത്താല് സെൽഫ് ഒക്കുപ്പൈഡ് ഹൗസ് ആണ്, അതെന്ത് ചെയ്തു, അത് റിമൈനിങ് വാക്കന്റ് ആണ്, അയാൾക്ക് താമസിക്കാൻ പറ്റുന്നില്ല അയാളുടെ ജോലി കാരണത്താല്. ഒക്കെ നോക്കാം. ഇൻകം ഫ്രം ഹൗസ് മീൻഡ്, വീട്ടിൽ നേരിട്ട് ഇൻകം കിട്ടുന്നുണ്ട് കേട്ടോ. ഹൗസ് മീൻ ഫോർ സെൽഫ് റെസിഡൻസ് ബട്ട് കുഡ് നോട്ട് ബി ഒക്കുപ്പൈഡ് ത്രൂ ഔട്ട് ദ പ്രീവിയസ് ഇയർ. ആ പ്രീവിയസ് ഇയറിൽ അയാൾക്ക് അവിടെ താമസിക്കാൻ പറ്റുന്നില്ല. ഓക്കെ, എന്ത് കാരണത്താല? ഓൺ അക്കൗണ്ട് ഓഫ് ഹിസ് സർവീസ്, അയാളുടെ ജോലി അല്ലെങ്കിൽ ബിസിനസ് അല്ലെങ്കിൽ പ്രൊഫഷൻ. ഓക്കെ, മറ്റുള്ള പ്ലേസിലാണ് ഈ പറയുന്ന സർവീസോ ബിസിനസ്സോ അല്ലെങ്കിൽ പ്രൊഫഷൻ, അത് കാരണത്തിലാണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഗ്രോസ് ആനുവൽ വാല്യൂ നമുക്ക് അവിടെ നില്ലായിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ,
ഇനി ഒരു വീടിന് 2 ഓണേഴ്സ് ഉണ്ടാവുമ്പോൾ ആ ഓണേഴ്സിന് എത്രയാണോ ആ വീട്ടിൽ ഓരോരുത്തർക്കുള്ള ഷെയർ, അതിനനുസരിച്ച് ആദ്യം നമ്മൾ ഈ പറഞ്ഞ പോലെ ഗ്രോസ് ആനുവൽ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഗ്രോസ് ആനുവൽ വാല്യൂ കാണാനുള്ള ഇക്വേഷൻസ് ഒക്കെ നമുക്ക് അറിയാം അല്ലെ? ആക്ച്വൽ റെന്റൽ വാല്യൂ, എക്സ്പെക്ടഡ് റെന്റൽ വാല്യൂ, വിച്ച് ഈസ് ഹയർ ഒക്കെ കണ്ടെത്തി ഗ്രോസ് ആനുവൽ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാം. എന്നിട്ട് ഗ്രോസ് ആനുവൽ വാല്യൂന് എന്ത് ചെയ്യാം? അവരുടെ ഈ വീട്ടിലുള്ള ഷെയറിനനുസരിച്ച് ഇപ്പൊ 50-50 ആണെങ്കിൽ പകുതിയും പകുതി ആയിരിക്കും ആ ഗ്രോസ് ആനുവൽ വാല്യൂന്റെ പകുതി ഒരാൾക്കും പകുതി മറ്റൊരാൾക്കും. ഇനി 3 ആൾക്കാരുണ്ടെങ്കിൽ ആ 3ആയിട്ട് ഡിവൈഡ് ചെയ്യുക. അല്ലെങ്കിൽ അവരുടെ പ്രൊപ്പോർഷൻ എത്രയാണോ, അവരുടെ ഷെയറിന്റെ പ്രൊപ്പോർഷൻ എത്രയാണോ അതിനനുസരിച്ച് ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇതാണ് കേസുകൾ. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ, നോക്കാം. 2 ബ്രദേഴ്സ്, അക്ഷയ് ആൻഡ് അതുൽ, 2 ആൾക്കാരാണ്, കോ ഓണേഴ്സ് ആണ് വീടിന്റെ. റേഷ്യോ ഷെയർ 40:60 ആണ്, 40ഉം 60ഉം ആണ്. റെന്റ് കിട്ടിയത് 2 ലക്ഷം രൂപയാണ്. മുനിസിപ്പൽ ടാക്സ് പേ ചെയ്തത് 15,000 ആണ്. അവർക്ക് ഇൻട്രസ്റ്റ് ലോൺ കാര്യങ്ങളൊന്നും ഇല്ല. ഗ്രോസ് ആനുവൽ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. ആനുവൽ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അറിയുന്ന കാര്യമാണ്, ഇവിടെ വേറെ ഐറ്റംസ് ഒന്നും തരാത്തതുകൊണ്ട് അവരുടെ ആക്ച്വൽ റെന്റ് കിട്ടിയത് തന്നെയാണ് എന്തായിട്ട് വരിക? ഗ്രോസ് ആനുവൽ വാല്യൂ വരിക 2 ലാക്ക്. മുനിസിപ്പൽ ടാക്സ് പേ ചെയ്ത് 15,000 മൈനസ് ചെയ്യാം. അപ്പൊ നമുക്ക് ഇവിടെ ആനുവൽ വാല്യൂ കിട്ടും 1,85,000. എന്നിട്ട് ഓരോരുത്തരുടെയും ഷെയർ 40:60 ആണ് അല്ലെ? 1,85,000. അക്ഷയ്ക്ക് 40% ആണ്, മറ്റേ അതുലിന് 60 ആണ്. അപ്പോൾ അത് പ്രൊപ്പോർഷനിൽ അവരുടെ ഇൻകത്തിനോട് കൂടി ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറയുന്ന ഹെഡിൽ ഓരോരുത്തരുടെയും ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിൽ ഈ എമൗണ്ട് ടാക്സ് ചെയ്യപ്പെടും. ഓക്കെ, ഇനി നെക്സ്റ്റ് ടേം ആണ് കോമ്പോസിറ്റ് റെന്റ് എന്ന് പറയും. കോമ്പോസിറ്റ് റെന്റ്. കോമ്പോസിറ്റ് റെന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്കറിയാം, ഈ ഫ്ലാറ്റുകളൊക്കെ വാടക കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പൊ നമ്മളുടെ നാട്ടിൽ തന്നെ ഒരു വീട് വാടക കൊടുക്കുമ്പോൾ ആ വീടിന്റെ മാത്രം റെന്റ് ആയിരിക്കില്ല വാങ്ങാം അല്ലെ? അവിടെ എന്തെങ്കിലും വേറെ ബെനിഫിറ്റുകളൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു വീടും വിത്തൗട്ട് ഫർണിച്ചറും വിത്ത് ഫർണിച്ചറൊക്കെ കൊടുക്കുന്ന കേസൊക്കെ ഉണ്ട് അല്ലെ? അപ്പോൾ നമ്മള് വിത്തൗട്ട് ഫർണിച്ചർ ആണെങ്കിൽ ആ വീടിന്റെ പൈസ മാത്രമായിരിക്കും. എല്ലാ ഫർണിച്ചറോട് കൂടി കൊടുക്കുമ്പോൾ ഫർണിച്ചറിന്റെ ഒരു വാടകയും കൂടി എന്ത് ചെയ്യും? വാടക ഈ പറയുന്ന ഇതിന്റെ ഓണർ വാങ്ങും. അങ്ങനെ റെന്റിൽ ഈ പറയുന്ന കിട്ടുന്ന റെന്റില്, അല്ലെങ്കിൽ ഓണർക്ക് റിസീവ് ചെയ്യുന്ന റെന്റ് എമൗണ്ടിൽ ഈ വീടിന്റെ റെന്റും അതുപോലെ ഈ പറയുന്ന മറ്റുള്ള ആനുകൂല്യങ്ങൾ, അല്ലെങ്കിൽ മറ്റുള്ള ഫർണിച്ചറിന്റെയോ മറ്റുള്ള കാര്യങ്ങളുടെ റെന്റും കൂടി കൂട്ടി കിട്ടുകയാണെങ്കിൽ അങ്ങനെ ഒരുമിച്ച് കിട്ടുന്ന റെന്റിനെ പറയുന്ന പേരാണ് കോമ്പോസിറ്റ് റെന്റ് എന്ന് പറയും. വളരെ ഇമ്പോർട്ടന്റ് ആണ്, 2 മാർക്കിന് ചോദിക്കാറുണ്ട്. നിങ്ങളുടെ ഈ പറയുന്ന MCQ ക്വസ്റ്റ്യൻസിലും വരാറുണ്ട് കോമ്പോസിറ്റ് റെന്റ് എന്താന്നുള്ളത്. ഓക്കെ, composite rent means when the landlord or owner of the property receive rent in respect of building let out including other asset. അതായത് റെന്റിനോട് കൂടി ഈ പറയുന്ന ഫർണിച്ചറിന്റെയോ ഫിക്ചേഴ്സിന്റെയോ പ്ലാന്റിന്റെയോ മെഷീനറിയുടെയോ വാടക കിട്ടുകയാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും സർവീസുകൾ അല്ലെ, ലിഫ്റ്റ് എന്ന് പറയുന്ന സർവീസ് കൊടുക്കാറുണ്ട്, സെക്യൂരിറ്റി, ജനറേറ്റർ, ഇങ്ങനെയുള്ള എമൗണ്ടുകൾക്കൊക്കെ പാടുള്ള പൈസ ആയിട്ടാണ് ചിലപ്പോൾ എന്ത് ചെയ്യുക? റെന്റിനോട് കൂടി കിട്ടുക. ഓക്കെ, റിസീവ് റെന്റ് ഇൻ റെസ്പെക്ട് ഓഫ് ഇതൊക്കെ പാട് കൂടി കിട്ടുകയാണെങ്കിൽ അങ്ങനെ കിട്ടുന്ന ക്യുമുലേറ്റീവ് എമൗണ്ട് ഓഫ് റെന്റിനെയാണ് കോമ്പോസിറ്റ് റെന്റ് എന്ന് പറയാം. ഓക്കെ, ഇനി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ആക്ച്വൽ റെന്റ് ഫോർ ദാറ്റ് ബിൽഡിംഗ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിൽ ടാക്സ് ചെയ്യപ്പെടും. എമൗണ്ട് അപ്പോർഷണബിൾ ടു പ്രോപ്പർട്ടി, എത്രയാണോ പ്രോപ്പർട്ടിയുടെ മാത്രം എമൗണ്ട് അത് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിൽ ആണ് വരിക. ഇനി മറ്റുള്ള റെന്റ് അല്ലെ, മറ്റുള്ള സർവീസിന്റെയോ മറ്റുള്ള ഈ പറയുന്ന ഫർണിച്ചറിന്റെയോ റെന്റ് കൂടെ കിട്ടുകയാണെങ്കിൽ ഒന്നില്ലെങ്കിൽ അത് പ്രോഫിറ്റ് ആൻഡ് ഗെയിൻ എന്ന് പറയുന്ന ഹെഡിലായിരിക്കും വരിക, അല്ലെങ്കിൽ അതർ സോഴ്സ് എന്ന് പറയുന്ന ഹെഡിലായിരിക്കും ചാർജ് ചെയ്യപ്പെടുക, ടാക്സ് ചെയ്യപ്പെടുക. അല്ലാതെ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിലല്ല വരിക. ഹൗസ് പ്രോപ്പർട്ടിയിൽ ടാക്സ് ചെയ്യപ്പെടണമെങ്കിൽ അത് കിട്ടുന്നത് ബിൽഡിങ്ങിനായിരിക്കണം, അല്ലെങ്കിൽ ബിൽഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ലാൻഡിൽ നിന്നായിരിക്കണം ഈ പറയുന്ന റെന്റ് കിട്ടേണ്ടത്. അല്ലാതെ മറ്റുള്ള ഫർണിച്ചറിന്റെയോ ഫിക്ചേഴ്സിന്റെയോ പ്ലാന്റിന്റെയോ മെഷീനറിയുടെയോ ഒക്കെ, അല്ലെങ്കിൽ ഈ പറയുന്ന സെക്യൂരിറ്റി, ജനറേറ്റർ പോലുള്ള ലിഫ്റ്റ് പോലുള്ള സർവീസുകൾക്ക് കിട്ടുന്ന ഇൻകംസ് ഒന്നും, അല്ലെങ്കിൽ റെന്റ് ഒന്നും ഈ പറയുന്ന ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിൽ ടാക്സ് ചെയ്യില്ല. അത് ഒന്നില്ലെങ്കിൽ ബിസിനസ് ഓർ പ്രൊഫഷൻ, അല്ലെങ്കിൽ അതർ സോഴ്സ് എന്ന് പറയുന്ന ഹെഡിലായിരിക്കും ടാക്സ് ചെയ്യപ്പെടുക. കോമ്പോസിറ്റ് റെന്റ് കേട്ടോ. ഇനി നെക്സ്റ്റ് ടോപ്പിക് ആണ് അൺറിയലൈസ്ഡ് റെന്റ് ആണ്. അൺറിയലൈസ്ഡ് റെന്റ്. അൺറിയലൈസ്ഡ് റെന്റ് എന്ന് പറഞ്ഞാല് ഇപ്പൊ നമ്മള് 12 മാസവും 1 വർഷം വാടകയ്ക്ക് കൊടുത്തു. ഓക്കെ, ഒരാൾക്ക് വാടക കൊടുത്തു.
ആ വാടകക്കാരന് റെന്റ് തരുന്നില്ല, 2 മാസത്തെ അല്ലെങ്കിൽ ഒരു 6 മാസത്തെ റെന്റ് തരുന്നില്ല, അങ്ങനെയാണെങ്കിൽ ആ കിട്ടാത്ത റെന്റിനെ പറയുന്ന പേരാണ് അൺറിയലൈസ്ഡ് റെന്റ് എന്ന് പറയും. ഓക്കെ, അൺറിയലൈസ്ഡ് റെന്റ് 2 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അൺറിയലൈസ്ഡ് റെന്റ് എന്ന് പറഞ്ഞാൽ അതാണ്. എന്താണ്? ഈസ് എ റെന്റ് നോട്ട് പെയ്ഡ് ബൈ ദ ടെനന്റ്. ടെനന്റ് എന്ന് പറഞ്ഞാൽ വാടകക്കാരൻ. പിന്നെ പർട്ടിക്കുലർ ഫിനാൻഷ്യൽ ഇയർ ആണ്. ഒരു പർട്ടിക്കുലർ ഫിനാൻഷ്യൽ ഇയറിൽ ടെനന്റ് പേ ചെയ്യാത്ത എമൗണ്ട് ഓഫ് റെന്റിനെ പറയുന്ന പേരാണ് അൺറിയലൈസ്ഡ് റെന്റ് എന്ന് പറയും. സച്ച് ഇറക്കവറബിൾ റെന്റ് മേ ബി അലൗഡ് ഡിഡക്ഷൻ. ഈ പറയുന്ന കിട്ടാത്ത റെന്റ് അല്ലെങ്കിൽ ഇറിക്കവറബിൾ ആയിട്ടുള്ള, നമുക്ക് ലഭിക്കാത്ത, റിക്കവറബിൾ ചെയ്യാൻ പറ്റാത്ത, ആ ഒരു റിക്കവറി ചെയ്യാൻ പറ്റാത്ത റെന്റിനെ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് കുറക്കാൻ പറ്റും. പക്ഷെ കുറക്കണമെങ്കിൽ ഈ പറയുന്ന 4 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. ഓക്കെ, ഞാനൊരു വീട് വാടക കൊടുത്തു, വാടകക്കാരൻ 4 മാസത്തെ റെന്റ് തന്നില്ല. അങ്ങനെയാണെങ്കിൽ ആ തരാത്ത റെന്റ് എനിക്ക് ഈ പറയുന്ന ഗ്രോസ് ആനുവൽ വാല്യൂ കുറക്കാൻ പറ്റും. കുറക്കണമെങ്കിൽ ഈ 4 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. ഒന്നാമത്തെ കണ്ടീഷൻ, ദ ടെനൻസി ഈസ് ബോണഫൈഡ് ആയിരിക്കണം. സത്യസന്ധമായിട്ട് നമുക്ക് രേഖാമൂലമുള്ള ഒരു കോൺട്രാക്ട് ആയിരിക്കണം. ഈ വാടക കരാറായിരിക്കണം. ടെനന്റ് എന്ന് പറഞ്ഞ വാടകക്കാരനാണ്. ടെനൻസി എന്ന് പറഞ്ഞാൽ ആ വാടക കോൺട്രാക്ടിനെയാണ് ടെനൻസി എന്ന് പറയാം. അപ്പൊ ടെനൻസി സത്യസന്ധമായിട്ടുള്ളൊരു കോൺട്രാക്ട് ആയിരിക്കണം. ഓക്കെ, അതായത് രേഖാമൂലം കരാറൊക്കെ ഒപ്പിട്ടിട്ട് കൊടുക്കുന്ന വാടക ഇടപാടായിരിക്കണം കേട്ടോ. ഇനി രണ്ടാമത്, ഡീഫാൾട്ടിംഗ് ടെനന്റ് ഹാസ് വെക്കേറ്റഡ്. ഓക്കെ, നമ്മള് വാടക തരാത്ത ആളെ പിന്നെയും അവിടെ ഇരുത്തി ഉറപ്പിക്കാൻ പാടില്ല. അയാൾ ചെയ്യണം, അവിടുന്ന് വെക്കേറ്റ് ഒഴിവാക്കി വെച്ചിരിക്കണം. ഇനി അയാൾ കുറച്ച് പവറുള്ള ആളാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ അവിടുന്ന് അയാളെ ഇറക്കി വിടാനും പറ്റിക്കോണമെന്നില്ല. അങ്ങനെയാണെങ്കിൽ അതിനുള്ള സ്റ്റെപ്പുകൾ നമ്മൾ എന്ത് ചെയ്യണം? എടുത്തിരിക്കണം. ഇയാളെ ഒഴിവാക്കാനുള്ള സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ നമ്മൾ എടുക്കണം. ഇനി മൂന്നാമത്തെ കാര്യം, ഈ പറയുന്ന വാടകക്കാരൻ അല്ലെ നമ്മളുടെ വേറെ പ്രോപ്പർട്ടികളിലൊന്നും താമസിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഈ ഓണറുടെ മറ്റുള്ള പ്രോപ്പർട്ടീസിലൊന്നും അയാൾ യൂസ് ചെയ്യാൻ പാടില്ല. ദ ടെനന്റ്, ഡീഫാൾട്ടിംഗ് ടെനന്റ് എന്ന് പറഞ്ഞാൽ വാടക തരാത്ത വാടകക്കാരൻ, ഈസ് നോട്ട് ഒക്കുപ്പേഷൻ ഓഫ് എനി അതർ പ്രോപ്പർട്ടി ഓഫ് അസസി ആണ്. അല്ലെ, ഈ ഓണറുടെ മറ്റുള്ള പ്രോപ്പർട്ടീസിലൊന്നും അയാൾ ഓക്കുപ്പൈ ചെയ്യാൻ, താമസിക്കാൻ പാടില്ല. ഓക്കെ, അതാണ് മൂന്നാമത്തെ കണ്ടീഷൻ. നാലാമത്തത്, ഈ അസസി റെന്റ് കിട്ടാത്ത അതിന്റെ ഓണർ ഹാസ് ടേക്കൺ ഓൾ റീസണബിൾ സ്റ്റെപ്പ് ടു ഇൻസ്റ്റിറ്റ്യൂട്ട് ലീഗൽ പ്രൊസീഡിങ്സ്. നിയമപരമായിട്ട് അയാളെ നേരിടാൻ, ആ പൈസ കിട്ടാൻ എന്തൊക്കെ വകുപ്പുകളുണ്ടോ ആ പറയുന്ന എല്ലാ റീസണബിൾ സ്റ്റെപ്പുകളും അയാൾ ചെയ്ത്, അല്ലെങ്കിൽ ഈ പറയുന്ന അൺപെയ്ഡ് റെന്റ് റിസീവ് ചെയ്യാൻ, റിക്കവർ ചെയ്യാൻ വേണ്ടി എല്ലാ നടപടികളും അയാൾ ചെയ്തിരിക്കണം. ഓക്കെ, ഇങ്ങനെ ഈ പറയുന്ന 4 കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കിട്ടാത്ത റെന്റ് എന്ത് ചെയ്യാം? അയാൾക്ക് ഈ പറഞ്ഞ പോലെ ഡിഡക്റ്റ് ചെയ്യാം. ആ ഗ്രോസ് അല്ലെ, നമ്മൾ ഗ്രോസ് ആനുവൽ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യുമ്പോൾ ആ കിട്ടാത്ത പൈസ എന്ത് ചെയ്യാം? ആക്ച്വൽ റെന്റിന്ന് ഈ അൺറിയലൈസ്ഡ് റെന്റ് ആയിട്ട് അയാൾക്ക് കുറക്കാൻ പറ്റും. ഓക്കെ, ഇനി ഇത് പിന്നീട് കിട്ടുകയാണെങ്കിൽ, ഇപ്പൊ വാടകക്കാരൻ ആ വർഷത്തിലൊന്നും തന്നില്ല, പിന്നീട് ഒരു കാലത്ത് ഇയാള് ഈ പൈസ തരുവാണെങ്കിൽ എന്ത് ചെയ്യാം? അത് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി തന്നെ ടാക്സ് ചെയ്യപ്പെടും. ദെൻ കിട്ടുന്ന വർഷം എന്ത് ചെയ്യാം? 30% ഒരു സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഉണ്ട് പറയാം, അത് കുറക്കാനും പറ്റും. ഓക്കെ, ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യാത്ത കാര്യമാണ്, അതുകൊണ്ട് ഞാൻ ഇപ്പോൾ പറയുന്നില്ല. റിക്കവറി ഓഫ് അൺറിയലൈസ്ഡ് റെന്റ്, പിന്നീട് എന്തെങ്കിലും ഈ പറയുന്ന തരാത്ത റെന്റ് ആ വാടകക്കാരൻ തരുവാണെങ്കിൽ അത് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി തന്നെ ടാക്സ് ചെയ്യപ്പെടും. ഓക്കെ, ഒരു ഇല്ലസ്ട്രേഷൻ ഉണ്ട് ഇവിടെ. ഇവിടെ നിർത്തിയേ മതിയോ? ഇനി ഡിഡക്ഷൻസും കൂടി ഉള്ളൂ കേട്ടോ നമുക്ക്. അതും കൂടിയും പറഞ്ഞാൽ ഈ ഒരു ഹെഡ് കഴിയും. എല്ലാവരും, ആരും ഇല്ല ഇവിടെ? ഹലോ, കേൾക്കുന്നുണ്ടോ? ഓക്കെ, കണ്ടിന്യൂ ചെയ്യേ ഒരു 10 കൂടി. എന്ത് ചെയ്യണേ? ഓക്കെ, ആരും ഇല്ലേ? ഈ മാത്രമേ ഉള്ളൂ? ഇല്ലല്ലേ? 1 2 ഓക്കെ, ഏതായാലും നമുക്ക് തുടങ്ങാം. കാരണം ബാക്കിയുള്ളവർക്ക് എന്തായാലും റെക്കോർഡഡ് ക്ലാസ് ഉണ്ടല്ലോ, അവർ കേട്ടോളൂ. നമുക്കിത് പെട്ടെന്ന് ആ വോയിസ് ഒന്ന് മ്യൂട്ട് ചെയ്യൂ കേട്ടോ. ഇതാണ് ക്വസ്റ്റ്യൻ. കാൽക്കുലേറ്റ് ആനുവൽ റെന്റൽ വാല്യൂ ഫ്രം ദി ഫോളോയിങ് പർട്ടിക്കുലേഴ്സ് ഫോർ ദ അസസ്മെന്റ് ഇയർ 2024-25 ആണ്. ഓക്കെ, ആക്ച്വൽ റെന്റ് 14,000 പെർ മന്ത്, MRV മുനിസിപ്പൽ റെന്റൽ വാല്യൂ 1,20,000 പെർ ആനം, ഫെയർ റെന്റൽ വാല്യൂ 1,32,000 പെർ ആനം,
സ്റ്റാൻഡേർഡ് റെന്റ് 1,38,000 per annum. During the year, assessment year, assessee is not able to realize 2-month rent ആണ്. 2 മാസത്തെ റെന്റ് അയാൾക്ക് കിട്ടിയിട്ടില്ല. ഇതാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാവുന്ന കാര്യമാണ് എങ്ങനെയാണ് ഇതിന്റെ വാല്യൂസ് ഫൈൻഡ് ഔട്ട് ചെയ്യണൊക്കെ. അതൊക്കെ അവിടെ കാണിച്ചു തരാം. ഗ്രോസ് ആനുവൽ വാല്യൂ കാണാൻ ആക്ച്വൽ റെന്റ് ഓർ എക്സ്പെക്ടഡ് റെന്റ് വിച്ച് എവർ ഈസ് ഹയർ ആണ് എടുക്കുക. ദെൻ എക്സ്പെക്ടഡ് റെന്റ് ഓർ MRV സ്റ്റാൻഡേർഡ് റെന്റുമായിട്ട് കമ്പയർ ചെയ്ത് വിച്ച് എവർ ഈസ് ലെസ് ആണ് എടുക്കുക അല്ലെ. അപ്പൊ അവിടെ നമ്മള് 1,20,000 MRVയും അതുപോലെ തന്നെ ഫെയർ റെന്റൽ വാല്യൂ 1,32,000 നമ്മൾ കമ്പയർ ചെയ്തു. വിച്ച് എവർ ഈസ് ഹയർ 1,30,000 ആണ് വരിക. അതും സ്റ്റാൻഡേർഡ് റെന്റ് 1,38,000 അതും കമ്പയർ ചെയ്ത് ചെറുതെടുത്ത് 1,32,000 ആണ് എക്സ്പെക്ടഡ് റെന്റൽ വാല്യൂ ആയിട്ട് വരിക. ഓക്കെ, ഇനി ഗ്രോസ് ആനുവൽ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യണമെങ്കിൽ നമുക്കറിയാം ആക്ച്വൽ റെന്റും നമ്മളുടെ ഈ പറഞ്ഞ ആക്ച്വൽ റെന്റും എക്സ്പെക്ടഡ് റെന്റൽ വാല്യൂ 1,32,000 തമ്മിൽ കമ്പയർ ചെയ്യണം അല്ലെ. ആക്ച്വൽ റെന്റ് 14,000 ആണ്. അപ്പൊ നമുക്ക് എത്ര വരും? 1,68,000 വരും. 14,000 ഇൻറ്റു 12 ചെയ്യുമ്പോൾ നമുക്കിവിടെ വരുന്ന ആൻസർ എത്രയാ? 1,68,000 വരും ആക്ച്വൽ റെന്റ്. ആക്ച്വലി നമുക്ക് കിട്ടേണ്ട പൈസ എത്രയാണ് വാടകക്കാരൻ തരേണ്ടത്? എക്സ്പെക്ടഡ് റെന്റ് നമ്മളിവിടെ കണ്ടെത്തി വെച്ചിട്ടുണ്ട് 1,32,000. വിച്ച് എവർ ഈസ് ഹയർ വലുത് പറഞ്ഞാൽ 1,68,000 തന്നെയാണ് വരിക. സോ അതുകൊണ്ട് നമുക്ക് ഇവിടെ ആനുവൽ വാല്യൂ 1,60,000 നിന്നും നമുക്ക് എന്ത് മൈനസ് ചെയ്യാം? കിട്ടാത്ത 2 മാസത്തെ സാലറി, 2 month സാലറി റിയലൈസ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ദാറ്റ് മീൻസ് വാടകക്കാരൻ കിട്ടുന്നിട്ടില്ല. അത് നമുക്ക് എന്ത് ചെയ്യാം? കുറക്കാൻ പറ്റും. അതാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇത് മാത്രമേ ഇതിലൊരു പ്രത്യേകതയുള്ളൂ കേട്ടോ. 28,000 ഈ ആനുവൽ വാല്യൂ നമുക്ക് എന്ത് ചെയ്യാം? കുറക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ ആക്ച്വലി ആനുവൽ വാല്യൂ നമുക്ക് ഇവിടെ 1,40,000 വരുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ഇത്രയാണ് ഇതിൽ മെയിൻ ആയിട്ട് പറയാനുള്ളൂ. ഇനിയുള്ളത് ഡിഡക്ഷൻസ് ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഇത് ശ്രദ്ധിച്ചിരുന്നോ? ഡിഡക്ഷൻസ് ഫ്രം ഇൻകം ഫ്രം ലെറ്റ് ഔട്ട് ഹൗസ് പ്രോപ്പർട്ടി ആണ്. നമ്മുടെ ലെറ്റ് ഔട്ട് ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്നും നമ്മളുടെ ഡിഡക്ഷൻസ് എന്ന് പറഞ്ഞാൽ 2 ഡിഡക്ഷൻസ് ഉള്ളൂ. അതിലൊന്ന് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ആണ്. ഇത് പറയുന്നതിന് മുമ്പ് നമുക്ക് തുടക്കത്തിലെ ആ ഒരു ഫോർമാറ്റിൽ ഒന്നും കൂടി പോകണം. ഓക്കെ, തുടക്കത്തിലെ ഫോർമാറ്റിലൂടെ നോക്കിയാൽ മതി. നെറ്റ് ആനുവൽ വാല്യൂ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കാണാനുള്ളത് ഡിഡക്ഷൻസ് ആണ് അല്ലെ. ഡിഡക്ഷൻസ് 2 ഡിഡക്ഷൻ ആണുള്ളത്. സ്റ്റാൻഡേർഡ് ഡിഡക്ഷനും അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ഓൺ ബോറോഡ് ക്യാപിറ്റൽ ആണ്. ഓക്കെ, ആ ഡിഡക്ഷൻസ് ആണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ആണ്. അപ്പൊ നമ്മള് നെറ്റ് ആനുവൽ വാല്യൂ കാണില്ലേ? നെറ്റ് ആനുവൽ വാല്യൂ നെറ്റ് ആനുവൽ വാല്യൂ കാണാം. നെറ്റ് ആനുവൽ വാല്യൂ എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യാന്ന് പറഞ്ഞേ, നമുക്ക് ഓർമ്മ ഉണ്ടോ നോക്കട്ടെ. ഗ്രോസ് ആനുവൽ വാല്യൂ മൈനസ് മുനിസിപ്പൽ ടാക്സ് മൈനസ് ചെയ്യാം അല്ലെ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? നെറ്റ് ആനുവൽ വാല്യൂ കിട്ടും. ഓക്കെ, ആ നെറ്റ് ആനുവൽ വാല്യൂവിന്റെ ശ്രദ്ധിച്ചിരുന്നോ? ആ നെറ്റ് ആനുവൽ വാല്യൂവിന്റെ 30% നമുക്ക് എന്ത് ചെയ്യാം? സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ആയിട്ട് കുറക്കാൻ പറ്റും. ഒന്നാമത്തെ ഡിഡക്ഷൻ ആണ്. അത് ക്വസ്റ്റ്യനിൽ പറയില്ല. ആ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ലെങ്കിലും നിങ്ങൾ ചെയ്യേണ്ടതാണ്. മറ്റേ ഇൻട്രസ്റ്റ് ഓൺ ബോറോഡ് ക്യാപിറ്റൽ ക്വസ്റ്റ്യനിൽ പറഞ്ഞാൽ മാത്രം ചെയ്താൽ മതി. അപ്പൊ സ്റ്റാൻഡേർഡ് റെന്റിനെ കുറിച്ച് ക്വസ്റ്റ്യനിൽ ഒന്നും പറയില്ല. നിങ്ങളുടെ ഹൗസ് പ്രോപ്പർട്ടി കാൽക്കുലേറ്റ് ചെയ്യാൻ പറയും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ആദ്യം ഈ പറയുന്ന വാല്യൂസ് ഒക്കെ കണ്ടെത്തിയിട്ട് ഈ പറഞ്ഞ മുനിസിപ്പൽ ടാക്സ് ഒക്കെ മൈനസ് ചെയ്ത് ആനുവൽ വാല്യൂ കണ്ടെത്തിയിട്ട് അതിൽ നിന്നും സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ സെക്ഷൻ 24A സ്റ്റാൻഡേർഡ് ഡിഡക്ഷനെ കുറിച്ച് പറയുന്നത്. ഓക്കെ, അതെന്ത് ചെയ്യണം? നമ്മൾ കുറക്കണം. മനസ്സിലായല്ലോ? എന്തിന്റെ 30% ആണ്? നെറ്റ് ആനുവൽ വാല്യൂ. നമ്മളിപ്പോ നേരത്തെ ഒരുപാട് പ്രോബ്ലംസ് ചെയ്തു. അവിടെ നമ്മൾ ഒരുപാട് നെറ്റ് ആനുവൽ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ നെറ്റ് ആനുവൽ വാല്യൂവിന്റെ 30% ആ നെറ്റ് ആനുവൽ വാല്യൂ കുറക്കുക. ഓക്കെ, അതാണ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എന്ന് പറയും. ഈ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എന്ന് പറഞ്ഞാല് നമുക്കറിയാം, ഒരു വാടകയ്ക്ക് ഒരു വീട് കൊടുക്കുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് എക്സ്പെൻസുകൾ വരും അല്ലെ. നമ്മുടെ ഇൻഷുറൻസ് എടുക്കേണ്ടി വരും, അതിന്റെ റിപ്പയർ ചെയ്യേണ്ടി വരും, അതിൽ ചിലപ്പോൾ വാട്ടർ സപ്ലൈ, ഇലക്ട്രിസിറ്റി സപ്ലൈ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവാം. അത്തരത്തിലുള്ള എക്സ്പെൻസുകൾ കുറക്കാൻ വേണ്ടി, എക്സ്പെൻഡിച്ചർ മീറ്റ് ചെയ്യാൻ വേണ്ടി ഇൻകം ടാക്സ് അതോറിറ്റി ഈ പറയുന്ന അസസിക്ക് കൊടുക്കുന്ന ഒരു ഡിഡക്ഷൻ ആണ് ആക്ച്വലി ഈ പറയുന്ന സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എന്ന് പറയും. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ നോക്കാനാണ്. സാലറിയിലെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻസിന്റെ എമൗണ്ട് എത്രയാ? സാലറിയിലെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടോ? 50,000. യെസ്, റൈറ്റ്. 50,000 rupees ആണ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ.
ഇവിടെ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിലും സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഉണ്ട്. സോ നോക്കാം, കൂടെ ജസ്റ്റ് ഒന്ന് വായിച്ചു പോവാണ്. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഈസ് എ ഫിക്സഡ് ഡിഡക്ഷൻ ആൻഡ് ഈസ് അലവബിൾ ഇറസ്പെക്റ്റീവ് ഓഫ് ആക്ച്വൽ എക്സ്പെൻസ് ഇൻകേർഡ് ആണ്. അപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, ക്വസ്റ്റ്യനിൽ വേറെ എന്തെങ്കിലും ഇൻഷുറൻസ് അടച്ചു, അല്ലെങ്കിൽ റിപ്പയർ ഇത്രയാണ്, അല്ലെങ്കിൽ വാട്ടർ ചാർജ് ഇത്രയാണ്, ഇലക്ട്രിസിറ്റി ചാർജ് ഇത്രയാണ്, അല്ലെങ്കിൽ ലിഫ്റ്റിന്റെ പൈസ ഇത്രയാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നാൽ അതൊന്നും എടുക്കാൻ പാടില്ല. കാരണം അതൊന്നും മൈനസ് ചെയ്യാനും പോകരുത്. ആക്ച്വൽ റെന്റിൽ അതൊന്നും കുറക്കരുത്. പകരം അത് കുറക്കാൻ ഇൻകം ടാക്സ് അതോറിറ്റി ഒരു ഓപ്ഷനാണ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ 30% കുറച്ചുകൂടി അങ്ങനെ ഒരു സാധനം തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ പറഞ്ഞ ഒരു ഡീറ്റെയിൽസും എടുക്കാൻ പാടില്ല. എന്തെങ്കിലും എക്സ്പെൻഡിച്ചറുകളൊക്കെ ഉണ്ട് എന്നൊക്കെ ക്വസ്റ്റ്യനിൽ തന്നാൽ നിങ്ങൾ അത് മൈൻറ്റെയിൻ ചെയ്യേണ്ട, അത് എടുക്കേ വേണ്ട. അതൊക്കെ കുറക്കാൻ വേണ്ടിയിട്ടാണ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 30%. ഓക്കെ, allowed as a 30%, a sum equal to 30% of net annual value is allowed as standard deduction. This deduction is allowed irrespective of actual expenditure incurred, പ്രധാനമായിട്ട് ഇൻഷുറൻസ്, റിപ്പയേഴ്സ്, വാട്ടർ, ഇലക്ട്രിസിറ്റി സപ്ലൈ എന്നുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. രണ്ടാമത്തെ ഡിഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഇത് രണ്ടാട്ടോ, നമ്പർ 1 എവിടെ വന്നിട്ടില്ല. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ബോറോഡ് ആണ്. ഇപ്പോ നമ്മൾ ഈ വാടകയ്ക്ക് കൊടുക്കുന്ന വീട്, ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ വാടക താമസിക്കാനുള്ള വീടാണെങ്കിലും സ്വന്തം താമസിക്കാനുള്ള വീടാണെങ്കിലും അത് രണ്ടും നമ്മൾ ചിലപ്പോൾ നിർമ്മിക്കാൻ വല്ല ലോൺ കൊടുത്തിട്ടുണ്ടെങ്കിൽ, മനസ്സിലായല്ലോ, വാടക കൊടുക്കുന്ന വീടായിരിക്കാം അല്ലെങ്കിൽ നമ്മൾ താമസിക്കാനുള്ള വീടായിരിക്കാം, അതിന്റെ നിർമ്മാണത്തിനോ അല്ലെങ്കിൽ അത് വാങ്ങാനോ അത് കൺസ്ട്രക്ട് ചെയ്യാനോ അത് റിന്യൂ ചെയ്യാനോ അല്ലെങ്കിൽ അത് എക്സ്റ്റെൻഡ് ചെയ്യാനോ വേണ്ടിയിട്ട് നമ്മൾ വല്ല പൈസയും ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇൻട്രസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറക്കാൻ പറ്റും. സെക്ഷൻ 24B ആണ്. സെക്ഷൻ 24A സ്റ്റാൻഡേർഡ് ഡിഡക്ഷനും സെക്ഷൻ 24B ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ബോറോഡ് ആണ്. ഓക്കെ, അപ്പൊ ഈ പറയുന്ന വല്ല ലോണും നമ്മൾ ബോറോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇൻട്രസ്റ്റ് നമുക്ക് ഈ പറയുന്ന ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറക്കാൻ പറ്റും. സോ നമുക്ക് അവിടെ ഇൻട്രസ്റ്റ് പേയബിൾ ഓൺ എമൗണ്ട് ബോറോഡ് ഫോർ ദ പർപ്പസ് ഓഫ് പർച്ചേസ്, നമ്മുടെ വീട് വാങ്ങാൻ, കൺസ്ട്രക്ഷൻ നമ്മുടെ വീട് നിർമ്മിക്കുക, റിനോവേഷൻ നമ്മൾ പുതുക്കി പണിയുക, റിപ്പയർ നമ്മൾ എന്തെങ്കിലും മെയിൻ്റെനൻസ് വർക്കുകൾ ചെയ്യുക, എക്സ്റ്റൻഷൻ നമ്മൾ എന്താണ് കുറച്ചും കൂടി വ്യാപ്തി കൂട്ടുക, അല്ലെങ്കിൽ റിന്യൂ ചെയ്യുക, അല്ലെങ്കിൽ റീകൺസ്ട്രക്ട് ചെയ്യുക. ഓക്കെ, ഹൗസ് പ്രോപ്പർട്ടി ഈ പറയുന്ന വീട് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാണ്, എന്തെങ്കിലും എമൗണ്ട് ബോറോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് അടക്കുന്ന ഇൻട്രസ്റ്റ് കേട്ടോ, ഇൻട്രസ്റ്റ് ആണ്. ഇൻട്രസ്റ്റ് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ക്യാൻ ക്ലെയിംഡ് ആസ് എ ഡിഡക്ഷൻ ഓൺ അക്രൂവൽ ബേസിസ് ആണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് കുറക്കാൻ പറ്റും. ഓക്കെ, അതിൽ 2 കേസാണ്. ലെറ്റ് ഔട്ട് ചെയ്യുന്ന പ്രോപ്പർട്ടി ആണെങ്കിൽ നമ്മൾ വാടകയ്ക്ക് കൊടുക്കാൻ വേണ്ടി ഒരു വീട് നിർമ്മിക്കുകയോ അല്ലെങ്കിൽ അത് വാങ്ങുകയോ അല്ലെങ്കിൽ റിനോവേഷനോ അതുമായിട്ട് ബന്ധപ്പെട്ട വലിയ ലോൺ എടുക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ലെറ്റ് ഔട്ട് ചെയ്യുക? എന്ത് ലെറ്റ് ഔട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ വാടകയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു വീട് നിർമ്മിക്കാനോ വാങ്ങാനോ അല്ലെങ്കിൽ അതിന്റെ റിപ്പയറിങ്ങിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ വലിയ ലോൺ കൊടുത്തു. എന്നിട്ട് അതിന്റെ ലോണ് നമ്മൾ ഇപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, അതിന്റെ ഇൻട്രസ്റ്റ് അടച്ചുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഓരോ വർഷവും എത്രയാണോ അടക്കുന്ന ഇൻട്രസ്റ്റ് ആ മൊത്തം എമൗണ്ട് ഇൻട്രസ്റ്റ് എന്ത് ചെയ്യാം, ആ വർഷം ഹൗസ് പ്രോപ്പർട്ടി ഇൻകത്തിൽ നിന്ന് അയാൾക്ക് ഡിഡക്ട് ചെയ്യാം. ശ്രദ്ധിക്കണം, ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടിയാണ്. ലെറ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ വാടകയ്ക്ക് കൊടുക്കുന്ന വീടാണ്. അവിടെ മാക്സിമം ലിമിറ്റ് പറഞ്ഞിട്ടില്ല. എത്രയാണോ ഇൻട്രസ്റ്റ് ആ വർഷം വരുന്ന ഇൻട്രസ്റ്റ് എത്രയാണോ ആ ഫുൾ എമൗണ്ട് എന്ത് ചെയ്യാം, അയാൾക്ക് ഡിഡക്ട് ചെയ്യാം. ഓക്കെ, ഇനി സ്വന്തം താമസത്തിന് സെൽഫ് ഒക്കുപ്പേഷന് വേണ്ടിയിട്ടുള്ള ഒരു വീടാണെന്ന് വിചാരിക്കാം. സ്വതാമസത്തിന് വേണ്ടിയിട്ട് ഒരു വീട് നിർമ്മിക്കുകയോ അല്ലെങ്കിൽ വാങ്ങുകയോ അല്ലെങ്കിൽ റിനോവേഷൻ, റിപ്പയറിങ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ലോൺ എടുത്തു അല്ലെങ്കിൽ ക്യാപിറ്റൽ ബോറോ ചെയ്തു. കടം വാങ്ങിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരും അല്ലേ? അങ്ങനെയാണെങ്കിൽ സെൽഫ് ഒക്കുപ്പൈഡ് ഹൗസ് പ്രോപ്പർട്ടിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ അതിന്റെ ഇൻട്രസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 2 ലക്ഷം രൂപ വരെ, ഒരു വർഷത്തില് 2 lakh rupees വരെ എന്ത് ചെയ്യാം, ഡിഡക്ട് ചെയ്യാം. മനസ്സിലാക്കി വെക്കുക. ദ മാക്സിമം ടാക്സ് ഡിഡക്ഷൻ ദാറ്റ് ഈസ് അവൈലബിൾ ഓൺ ഇൻട്രസ്റ്റ് പേയ്മെന്റ് ഓഫ് ഹോം ലോൺ ടേക്കൺ ഫോർ ദ 1 or 2 സെൽഫ് ഒക്കുപൈഡ്. 2 വീട് മാക്സിമം അല്ലെ, നമുക്കറിയാം 2 വീടിനെയാണ് സെൽഫ് ഒക്കുപേഷൻ ആയിട്ട് ട്രീറ്റ് ചെയ്യുക. ഒരു വീടോ അല്ലെങ്കിൽ 2 വീടോ നിർമ്മിക്കാനോ വാങ്ങാനോ കൺസ്ട്രക്ട് ചെയ്യാനോ റിന്യൂവൽ ചെയ്യാനോ ഒക്കെ വേണ്ടിയിട്ട് വല്ല ലോൺ കൊടുത്തു. അങ്ങനെ ആ ലോണിന്റെ ഇൻട്രസ്റ്റ് അടക്കുന്നുണ്ടെങ്കിൽ ഒരു വർഷം
2 ലക്ഷം രൂപ വരെ പെർ ഇയറിൽ എന്ത് ചെയ്യാം, അയാൾക്ക് ഡിഡക്ഷൻസ് എടുക്കാം. ഓക്കെ. ഹവർ ഇഫ് ഇനി ഈ ലോൺ എടുത്തത് 31/3/1999 മുൻപാണെങ്കിൽ, 31/3/1999 മുമ്പ് എടുത്ത ലോൺ ആണെങ്കിൽ ഇൻട്രസ്റ്റ് നമുക്ക് ഒരു വർഷം 30,000 കൊടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ. 2 കേസാണ്. സെൽഫ് ഒക്കുപ്പേഷന്റെ കേസിൽ ഈ വീട് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് സ്വന്തം താമസത്തിന് വേണ്ടിയിട്ടോ സെൽഫ് ഒക്കുപ്പേഷന് വേണ്ടിയിട്ട് ഒരു വീട് നിർമ്മിക്കാനോ കൺസ്ട്രക്ട് ചെയ്യാനോ റിപ്പയറിങ്ങിനൊക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്, ലോൺ എടുത്തു കഴിഞ്ഞാൽ ആ ലോണിന്റെ ഇൻട്രസ്റ്റ് അടക്കുകയാണെങ്കിൽ ആ ഇൻട്രസ്റ്റിന്റെ ഇൻട്രസ്റ്റ് എമൗണ്ട് ഒരു വർഷത്തിൽ 2 ലക്ഷം രൂപ വരെ എന്ത് ചെയ്യാം, അയാൾക്ക് ഓർക്കാൻ പറ്റും. ഇനി ഈ പറയുന്ന വീടിന് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി ലോൺ എടുത്തത് ഈ ഡേറ്റിന് മുമ്പാണെങ്കിൽ 31/3/1999 മുമ്പ് എടുത്ത ലോൺ ആണെങ്കിൽ ഇൻട്രസ്റ്റ് നമുക്ക് 30,000 കുറക്കാൻ പറ്റുള്ളൂ ഒരു വർഷത്തിൽ. ഓക്കെ. ഇനി വേറൊരു കേസ് ഉണ്ട്, ഇൻട്രസ്റ്റ് ഫോർ ഹൗസിംഗ് ലോൺ ആണ്. നമുക്കറിയാം ഹൗസിംഗ് ലോണുകൾ പല ബാങ്കുകളും തരാറുണ്ട്. ഹൗസിംഗ് ലോൺ അല്ലെ, ഹൗസിംഗ് ലോൺ എന്ന് പറഞ്ഞാൽ വീട് നിർമ്മാണത്തിന് വേണ്ടി കൊടുക്കുന്ന ഹൗസിംഗ് ലോണുകളാണ്. അങ്ങനെയാണെങ്കിൽ ഹൗസിംഗ് ലോണിന്റെ കേസ് നോക്കാം. ഹൗസിംഗ് ലോണ് എടുത്തു കഴിഞ്ഞാൽ ഹൗസിംഗ് ലോൺ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഇൻട്രസ്റ്റ് അടക്കേണ്ടി വരും അല്ലെ. ഈ ഹൗസിംഗ് ലോണിന്റെ കേസിൽ 2 കേസാണ് പറയുന്നത്. അതിലൊന്ന് പ്രീ കൺസ്ട്രക്ഷൻ പീരീഡും ഉണ്ട്, ഒന്ന് പോസ്റ്റ് കൺസ്ട്രക്ഷൻ പീരീഡും ഉണ്ട്. ഓക്കെ. ഈ 2 കാര്യമാണ് ഇതിൽ നോട്ട് ചെയ്യാനുള്ള 2 കാര്യം കേട്ടോ, ശ്രദ്ധിച്ചിരുന്നോളൂ. പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ 2020 വീട് നിർമ്മിക്കാൻ വേണ്ടി ഒരു 10 ലക്ഷം രൂപ ലോൺ എടുത്തെന്ന് വിചാരിക്കാം. ഓക്കെ. ലോൺ എടുത്ത് ഞാൻ വീട് നിർമ്മാണം അന്നേ തുടങ്ങി. 2020 ജാനുവരി തന്നെ തുടങ്ങിയിട്ട് എന്ത് ചെയ്തു, ഞാൻ 21-22 ആയപ്പോ വീടിന്റെ പണി കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ. അപ്പൊ 20 മുതൽ 22 വരെ അത് കൺസ്ട്രക്ഷൻ പീരീഡ് ആണ് അല്ലെ, അണ്ടർ കൺസ്ട്രക്ഷൻ ആണ്, വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ദെൻ അങ്ങനെ കൺസ്ട്രക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന വീടിന്റെ ആ ടൈമിലുള്ള പീരീഡ്, ആ കൺസ്ട്രക്ഷന്റെ സമയത്തുള്ള പീരീഡിലെ ഇൻട്രസ്റ്റ്, അതിനെയാണ് ഇൻട്രസ്റ്റ് ഫോർ പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് എന്ന് പറയുന്നത്. ഇൻട്രസ്റ്റ് ഫോർ പ്രീ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് പോർഷൻ പെയ്ഡ് ഫോർ കൺസ്ട്രക്ഷൻ പീരീഡ് ആണ്. ആ കൺസ്ട്രക്ഷൻ പീരീഡിൽ ഇപ്പൊ ഞാനിപ്പോ 2020 ലോൺ എടുത്താൽ 20 ഞാൻ ലോണിന്റെ ഇൻട്രസ്റ്റ് അടക്കേണ്ടി വരും, 21 അടക്കേണ്ടി വരും, 22 അടക്കേണ്ടി വരും അല്ലെ. അപ്പൊ അങ്ങനെ 2 വർഷം ഞാൻ എന്ത് അടക്കേണ്ടി വരും, ഈ പറഞ്ഞ ലോണിന്റെ ഇൻട്രസ്റ്റ് ഞാൻ അടക്കേണ്ടി വരും. പക്ഷെ എനിക്ക് അന്ന് അത് വർക്ക് അല്ലെങ്കിൽ ഈ പണി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിന് ആ ഇൻട്രസ്റ്റ് എനിക്ക് കുറക്കാൻ പറ്റില്ല. ഓക്കെ. കുറക്കാം എന്നറിയോ, ഇതിന്റെ പണി കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം വരുന്ന 5 വർഷങ്ങൾ, ഈ പറയുന്ന കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള അത് കഴിഞ്ഞിട്ട് വരുന്ന 5 വർഷങ്ങൾ എടുക്കാം. ആ 5 വർഷത്തില് 5 ഇപ്പോ എക്സാമ്പിൾ ആയിട്ട് ഞാൻ ഈ കൺസ്ട്രക്ഷൻ പീരീഡിൽ അടച്ച ലോണിന് ഇൻട്രസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു 1 ലക്ഷം രൂപയാണ് ഞാൻ അടച്ചതെന്ന് വിചാരിക്കാം. 1 lakh rupees ആണ് ഞാൻ അടച്ച ഇൻട്രസ്റ്റ്. ഓക്കെ. ആ ഇൻട്രസ്റ്റിന് എനിക്ക് അന്ന് കുറക്കാൻ പറ്റില്ല ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിന്ന്, പക്ഷെ കുറക്കാം കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്തിട്ട്. ഓക്കെ. എങ്ങനെ, 5 ഈക്വൽ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട്. അപ്പൊ ഈ 23 കംപ്ലീറ്റ് ചെയ്താൽ 23 എന്ത് ചെയ്യാം, 5-1 ഡിഡക്ട് ചെയ്യാം. 5-1 പറഞ്ഞാല് 20,000 അല്ലെ. 20,000 കുറക്കാം, 23 കുറക്കാം, 24 കുറക്കാം, 25 കുറക്കാം, 26 കുറക്കാം, 27 കുറക്കാം. അങ്ങനെ 5 വർഷത്തിൽ എന്ത് ചെയ്യാം, 20,000 വെച്ചിട്ട് എനിക്ക് എന്ത് ചെയ്യാം, ഈ കൺസ്ട്രക്ഷൻ പീരീഡിലുള്ള, അതിനാണ് പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ, അതിനെ കുറക്കാൻ പറ്റും. ഓക്കെ. നോക്കാം. ഇൻട്രസ്റ്റ് പോർഷൻ പെയ്ഡ് ഫോർ ദ കൺസ്ട്രക്ഷൻ പീരീഡ് നോൺ ആസ് പ്രീ കൺസ്ട്രക്ഷൻ ഇൻട്രസ്റ്റ് എന്ന് പറയും. പ്രീ കൺസ്ട്രക്ഷൻ ഓർ അക്വിസിഷൻ, വാങ്ങാനായിരിക്കാം ചിലപ്പോൾ നിർമ്മിക്കാനായിരിക്കാം ലോൺ എടുത്തിട്ടുണ്ടാവാം. പീരീഡ് സ്റ്റാർട്ട് ഫ്രം ഡേറ്റ് ഓഫ് ബോറോയിങ്, ഞാൻ എന്നാണ് ലോൺ എടുത്തത് അത് മുതൽ എൻഡ് ഓഫ് ദ ലാസ്റ്റ് ഡേ ഓഫ് ദി ഫിനാൻഷ്യൽ ഇയർ ആണ്. ഓക്കെ. ഞാനിപ്പോ എന്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് 2023 ഫെബ്രുവരിയിൽ കംപ്ലീറ്റ് ചെയ്തെന്ന് വിചാരിക്കാം. അപ്പോ അവസാന വർഷം നമുക്കറിയാം നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ മാർച്ച് 31 അപ്പോ 2020 ഏപ്രിൽ 1 തൊട്ട് 2023 മാർച്ച് 31 വരെയാണ് എന്റെ പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് ആണെന്ന് പറയാ. ആ പീരീഡിലുള്ള ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള 5 വർഷം കൊണ്ട് എനിക്ക് ഡിവൈഡ് ചെയ്തിട്ട് ഡിഡക്ട് ചെയ്യാൻ പറ്റും. സോ അതാണ് ഇവിടെ പറഞ്ഞത്, ഡിഡക്ഷൻ ഫോർ പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് ഇൻട്രസ്റ്റ് ഈസ് അലൗഡ് ഇൻ 5 ഈക്വൽ ഇൻസ്റ്റാൾമെന്റ് സ്റ്റാർട്ടിംഗ് ഫ്രം ദ ഇയർ ഇൻ വിച്ച് ഹൗസ് ഈസ് പർച്ചേസ്ഡ് ഓർ കൺസ്ട്രക്ഷൻ ഈസ് കംപ്ലീറ്റഡ്. എന്നാണോ
വാങ്ങി കംപ്ലീറ്റ് ആയത് അല്ലെങ്കിൽ എന്നാണോ വീട് നിർമ്മാണം കംപ്ലീറ്റ് ആയത് അത് മുതലുള്ള 5 വർഷങ്ങൾ 5 ഈക്വൽ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് ആ കാലഘട്ടത്തിലെ ഇൻട്രസ്റ്റിനെ എനിക്ക് ഡിഡക്ട് ചെയ്യാം. ഓക്കെ, ഇനി പോസ്റ്റ് കൺസ്ട്രക്ഷൻ പീരീഡ് ഇൻട്രസ്റ്റ് ആണെങ്കിൽ ഓക്കെ, അതായത് ഇപ്പൊ നിർമ്മാണം കഴിഞ്ഞില്ല 23 നിർമ്മാണം കഴിഞ്ഞാൽ 23, 24, 24, 25, 25, 26 അങ്ങനെ പിന്നെ വർഷങ്ങൾ കിടക്കുകയാണ്. ചിലപ്പോൾ ആ വീട് നിർമ്മാണം കഴിഞ്ഞ ഉടനെ നീ ചിലപ്പോൾ ലോൺ ചെയ്യാൻ തിരിച്ചടച്ചോണമെന്നില്ല അല്ലെ, പിന്നെയും കുറെ കാലം എന്ത് ചെയ്യും അതിന് ഇൻട്രസ്റ്റ് അടക്കേണ്ടി വരും. അങ്ങനെ വീട് നിർമ്മാണം കഴിഞ്ഞതിന് ശേഷവും വരുന്ന ഓരോ വർഷത്തെയും ഇൻട്രസ്റ്റ് എനിക്ക് ആ വർഷം തന്നെ എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് കുറക്കാൻ പറ്റും. അത് ലെറ്റ് ഔട്ട് ആണെങ്കിൽ മനസ്സിലാക്കി വെക്കുക, ലെറ്റ് ഔട്ട് ആണെങ്കിൽ എത്രയാണോ വരുന്നത് ആ എമൗണ്ട് കംപ്ലീറ്റ് ആ വർഷം തന്നെ എനിക്ക് എന്ത് ചെയ്യാം, ഹൗസിംഗ് ലോൺ ആണെങ്കിലും എനിക്ക് കുറക്കാൻ പറ്റും. ഇനി സെൽഫ് ഓക്കുപൈഡ് ഹൗസ് പ്രോപ്പർട്ടി നിർമ്മിക്കാനാണ് ഹൗസിംഗ് ലോൺ എടുത്തതെങ്കിൽ ദെൻ ഈ പറഞ്ഞ പോസ്റ്റ് കൺസ്ട്രക്ഷൻ പീരീഡിലെ ഇൻട്രസ്റ്റ് ഒരു വർഷം 2 ലക്ഷം രൂപ വരെ മാക്സിമം മാത്രമേ കുറക്കാൻ പറ്റുള്ളൂ. ഓക്കെ, നേരത്തെ പറഞ്ഞ ലിമിറ്റ് തന്നെ. ഇനി ഇൻകം ടാക്സ് ഇൻ കേസ് ഓഫ് ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി, ലെറ്റ് ഔട്ട് ഇത് ഈ പറയുന്ന ഹൗസിംഗ് ലോൺ എടുത്തിട്ട് വീട് നിർമ്മിച്ചത് വാടകയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയാണെങ്കിൽ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്തു വരുന്ന ഓരോ വർഷത്തെയും ഇൻട്രസ്റ്റ് ആ വർഷം തന്നെ എന്ത് ചെയ്യാം, നമുക്ക് ഡിഡക്ട് ചെയ്യാം. അവിടെ ഒരു ലിമിറ്റും പറയുന്നില്ല, എത്രയാണോ വരുന്ന എമൗണ്ട് ആ കംപ്ലീറ്റ് എമൗണ്ട് എന്ത് ചെയ്യാം, നമുക്ക് ഡിഡക്ട് ചെയ്യാം. ഓക്കെ, ഇതാണ് നമുക്ക് ഇൻട്രസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഡിഡക്ഷൻസ്. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ 2 പ്രോബ്ലംസ് ആണ്, അതിനി വരും ദിവസം നമുക്ക് ഡിസ്കസ് ചെയ്യാം.